ൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ പ്രഭാഷണം നമ്മൾ കേട്ടു. വളരെ സന്തോഷം. നേരത്തെ ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അല്പം വൈകിയാണ് ഇന്ന് തുടങ്ങുന്നതെന്ന ഒരു സങ്കടവും നമുക്കില്ല. ഞാൻ ആ പ്രഭാഷണം നീണ്ടുനിന്നെങ്കിൽ ഒന്ന് കൊതിക്കുകയായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വല്ലാത്ത സന്തോഷമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും പെറുക്കിയെടുക്കാനുണ്ടാവും എന്നതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് എന്നോട് 8 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അല്പം നേരത്തെ വരും, പക്ഷെ അതുകൊണ്ട് ഉസ്താദ് പ്രസംഗം നിർത്തരുത് എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ഇഷ്കിന്റെ ആ വലിയ ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് സാധിച്ചു എന്നതൊരു സത്യമാണ്. ഈ കനമുള്ള വാക്കുകൾ പറയാൻ, ആരുറപ്പുള്ള ആശയങ്ങൾ നമ്മളോട് പറഞ്ഞു തരാൻ, ഇസ്ലാമിക ആദർശത്തിന്റെ കാതലായ ഹുബ്ബുൻ നബി അത് നമ്മുടെ മനസ്സിൽ ഇത്രയും ശക്തമായി നമുക്ക് നൽകാൻ ഉസ്താദിന് ശക്തി നൽകിയത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ അടുത്തു നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കിതാബോധി പഠിച്ചത് എന്ന് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ അറിയണം. ചെറുപ്പം മുതലേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് അവിടെ ചെന്ന് കിതാബോധി പഠിച്ച് ഉസ്താദിന്, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് മറ്റൊന്നുമല്ല, ഉസ്താദിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്വം അത് ആ ജീവിത വിജയത്തിന്റെ രഹസ്യം അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബത്താണ്. ഹബീബിനെ പറ്റി പറയുമ്പോഴേക്ക് കണ്ണു നനയും. ഇന്നും അവിടുന്ന് വാർത്തെടുത്ത, അതേ പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രഭാഷണം നടത്തിയപ്പോഴും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടില്ലേ? ഉസ്താദിന്റെ കണ്ണ് നനഞ്ഞു. കേൾവിക്കാരായ നമ്മുടെയൊക്കെ കണ്ണ് നനയും വിധത്തിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിച്ച് സ്ഥാനം നേടിയ ബഹുമാനപ്പെട്ട ബിലാലുനിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അല്ലേ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ നേരം സത്യത്തിൽ നമ്മുടെ മനസ്സ് പിടഞ്ഞില്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? മനസ്സ് പിടഞ്ഞുപോയില്ലേ? ബഹുമാനപ്പെട്ട ബിലാലിന്റെ ഭാര്യ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ച് കരയുന്ന സമയത്ത്, വേണ്ട വേണ്ട, എന്തിന് കരയണം, എനിക്ക് കരച്ചിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിച്ചു, എല്ലാവരും മരിക്കുന്ന സമയത്ത് കരയലാണല്ലോ, നിങ്ങളെന്താ ചിരിക്കുന്നത്? ആ സമയത്ത് സയ്യിദുനാ ബിലാൽ പറഞ്ഞ മറുപടി എന്താണ്? ഉസ്താദ് പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നെയാണ്. സയ്യിദുനാ ബിലാൽ അന്ന് സ്വന്തം ഭാര്യയോട് പറയുന്നു, മോളെ, മരിക്കുമ്പം കരയണം. ആരാ കരയേണ്ടത്? മരണാനന്തരം എന്തു സംഭവിക്കുമെന്ന് ബേജാറുള്ളവനല്ലേ കരയേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട മോളെ, എനിക്ക് ദുനിയാവ് അത്ര വലിയ ചക്കരയായി തോന്നിയിട്ടില്ല, ഇതൊരു ചക്കരക്കുടമാണെന്ന് തോന്നിയിട്ടില്ല. ഗദൻ അൽഖൽ അഹിബ്ബത ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബ. നാളെയാണ്
ഇന്നങ്ങ് കണ്ണു ചിമ്മിക്കഴിഞ്ഞാൽ നാളെയാണ് മോളെ. വദൻ അൽ ഖല്ലഹിബ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കാണുന്ന ദിവസം നാളെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ കാണുന്ന ദിവസം നാളെയാണ്. അഥവാ ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഹിബ്ബത, മുത്തുനബി, എന്റെ ഹൃദയത്തിന്റെ എല്ലാമായ, എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ എല്ലാമായ മുത്തുനബിയെ ഞാൻ നാളെ കാണാൻ പോവുകയാണ്. മുത്തുനബിയുടെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എന്തിനു ഞാൻ കരയണം? കാലങ്ങളായി ഞാൻ കാത്തുവെക്കുന്ന വല്ലാത്ത ഒരു പൂതിയാണ്. ആ പൂതി സഫലമാകുന്ന നാളിലേക്ക് ഞാൻ അടുക്കുമ്പം എന്തിനാണ് മോളെ കരയുന്നതെന്ന് മരണശയ്യയിൽ കിടന്നുകൊണ്ട് ബീവിയോട് ചോദിച്ച ആശിഖുർ റസൂലാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് ഉസ്താദ് സയ്യിദുനാ ബിലാലിന് വെള്ളം കൊടുത്തപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ആ മഹബ്ബത്തുർ റസൂലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രഭാഷണം. അള്ളാഹു ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു തആല പൂർണ്ണ ശിഫ നൽകട്ടെ, പൂർണ്ണ ശിഫ നൽകട്ടെ. കിതാബിന്റെ ആഴങ്ങൾ വായിച്ചെടുക്കുകയും അത് 100 കണക്കിന് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള്. അള്ളാഹു തആല ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം ഇപ്പോഴും പ്രായാധിക്യമൊന്നും തോന്നിപ്പിക്കാത്ത വിധം ഒരു ചെറുപ്പക്കാരനെ പോലെ നമുക്ക് പ്രഭാഷണം നടത്തി തന്നു. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, ഞാൻ ആമുഖങ്ങളൊക്കെ മാറ്റിവെച്ചത് ആവശ്യമല്ല, ആമുഖങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ന് തുടങ്ങി 1 മണിക്കൂർ തുടങ്ങിയാ വൈകുന്നത് എന്നതുകൊണ്ട് പ്രഭാഷണം നീട്ടൂല. ഇൻഷാ അല്ലാഹ് അത് എപ്പോഴും ബന്ധപ്പെട്ടവർ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. കാരണം നല്ല ഒരു പ്രഭാഷണം ഇവിടെ കേട്ട് കഴിഞ്ഞു. ഇന്നിവിടെ പറയുന്നത്, ഇന്നലെ നമ്മൾ ആ 3 വിഷയം പറഞ്ഞതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇന്ന് പറയാനുള്ളത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു. അർശിന്റെ തണല് ലഭിക്കുന്ന 6ാം കക്ഷി. 6, 7 ആണ് ഇനി ബാക്കിയുള്ളത്. 7 നാളെ പറയാം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, അത് നാളെ പറയാം. ഇന്നൊന്ന് പറയാം. ആ ഒന്ന് ചുരുക്കി അങ്ങ് പറയാം. എന്നാലും അതിന്റെ മർമ്മങ്ങളൊക്കെ പറയാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നത്. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എത്ര ദിവസവും പറയുകയും ചെയ്യാം. സ്വദഖ കൊടുത്ത മനുഷ്യന് അർശിന്റെ തണല് കിട്ടും. സ്വദഖ കൊടുത്ത മനുഷ്യന് അർശിന്റെ തണല് കിട്ടും. ഏത്? എല്ലാ സ്വദഖക്കാർക്കും കിട്ടുമോ? എല്ലാ സംഭാവനക്കാർക്കും അർശിന്റെ തണല് കിട്ടുമോ? ഇല്ല. فأخفاها حتى لا تعلم شماله ما تنفق يمينه. വളരെ സ്വകാര്യമായി കൊടുത്ത സംഭാവന അത് സ്വകാര്യമാക്കി കൊടുത്തു, വളരെ സ്വകാര്യമാക്കി വെച്ചു, ആരെയും അറിയിച്ചില്ല. حتى لا تعلم شماله ما تنفق يمينه. അയാളുടെ വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയില്ല. അവിധം സ്വകാര്യമാണത്. അപ്പൊ അർശിന്റെ തണലുണ്ട് എന്ന് പറഞ്ഞത് ആർക്കാണ്? ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, വളരെ സ്വകാര്യമായി സംഭാവന കൊടുത്ത ആൾക്കാണ് അർശിന്റെ തണൽ കിട്ടുക. ഇപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോ എല്ലാവരും ഈ മജ്ലിസിലേക്ക് ഒരു സംഭാവന നൽകണം. അത് സ്വകാര്യമല്ലല്ലോ, അത് പരസ്യമല്ലേ. ഒന്ന്, വഅദിന്റെ മജ്ലിസിൽ ലിസ്റ്റ് വായിക്കാറുണ്ട് അല്ലേ? ലിസ്റ്റ് വായിക്കാറുണ്ട്. ഇന്നയാൾ ഇത്ര രൂപ സംഭാവന നൽകിയിരിക്കുന്നു, മരിച്ച വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ, ദുആ ഇറക്കണം. ഇത് പരസ്യമല്ലേ? ലേലം ചെയ്യുന്ന സമയത്ത് ഒരാൾ വിളിച്ചതിലേറെ മറ്റേയാൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി വിളിക്കും.
അപ്പൊ അയാൾ കൊടുക്കുന്ന സംഭാവന പരസ്യമാവുമല്ലേ? ഇതൊക്കെ മനസ്സിലേക്ക് കയറി വരുന്ന സംശയമാണ്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല സംഭാവന നൽകേണ്ടത്, ആരും അറിയാതെയാണ് സംഭാവന കൊടുക്കേണ്ടത് എന്ന് ഇത് കൃത്യമായി വിവരിക്കാഞ്ഞാൽ നിങ്ങൾ ധരിച്ചു പോകും. അതുകൊണ്ട് പറയാണ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉദ്ദേശ്യശുദ്ധിക്കുറവ്, തൊട്ടുതീണ്ടാത്ത സ്വതക്ക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം നടത്തുന്ന സ്വതക്കയിൽ ഉദ്ദേശ്യശുദ്ധി കുറഞ്ഞു പോകരുതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് സ്വതക്ക ചെയ്യുന്നത്? പരലോകം രക്ഷപ്പെടാൻ, ആഖിറം ലഭിക്കാൻ, ആഖിറത്തിൽ നല്ല അവസ്ഥ കിട്ടാനാണ് നമ്മൾ സ്വതക്ക ചെയ്യുന്നതെങ്കിൽ ആ സ്വതക്ക, ആഖിറത്തിലേക്ക് നൽകുന്ന സംഭാവന, അത് ഇവിടെ ഒരാളെ കാണിക്കാൻ വേണ്ടിയാകരുത്. അല്ലദീനഹും യുറാഊന, യുറാഊൻ, ജനങ്ങളെ കാണിക്കുന്നവർ. കാണിക്കലും കാണലും രണ്ടാണ്. ജനങ്ങൾ കണ്ടുപോകലും ജനങ്ങളെ കാണിക്കലും രണ്ടാണ്. നമുക്ക് സംഭാവന കൊടുക്കാൻ പറ്റിയ ഒരു അവസരത്തിൽ ഏറ്റവും നല്ല ഒരു മാർഗമാണ്, അവിടെ കൊടുക്കുകയാണെങ്കിൽ നാലാൾ കാണുന്നു വിചാരിച്ചിട്ട് അതിന്ന് പിറകോട്ട് പോകണം, വേണ്ട. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ ഒരു ഭാഗത്ത് എഴുതുന്നത് കാണാം. റിയാഇനെ കുറിച്ച് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നുണ്ട്, ഏത് റിയാഇനെ പറ്റി ഒരു മഹാൻ ഒരു കിതാബ് എഴുതിയിട്ട് റിയാഇന്റെ അപകടങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് എഴുതിയിട്ട് ആ പുസ്തകം വായിച്ചതിന്റെ ശേഷം ആ നാട്ടുകാർ മുഴുവനും സംഭാവന കൊടുക്കൽ നിർത്തി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്ന അവിടുത്തെ കിതാബിൽ സംഭാവന കൊടുക്കൽ നിർത്തിപ്പോയി. ഈ ഒരു ദുരന്തം വന്നപ്പോൾ പരസ്യമായി സംഭാവന കൊടുക്കൽ എല്ലാവരും നിർത്തി. പിന്നെ രഹസ്യമായിട്ട് അത് വളരെ കുറഞ്ഞ ആളുകളെ ആ ഏർപ്പാട് നടത്തുള്ളൂ. പരസ്യമായിട്ട് നടക്കുമ്പോൾ കുറെ ആളുകളുടേത് നടക്കും, കൊടുക്കണ്ടെന്ന് വിചാരിച്ചവനും കൊടുത്തു, ദീനീ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് ഇങ്ങനെ നടന്നു പോകും. പക്ഷേ രഹസ്യമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അതോ ആരോ ഒന്നോ രണ്ടോ മൂന്നോ പേരെ കൊടുക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വിഷയത്തിന് സലാമത്താവാൻ നല്ലൊരു മാർഗമായി ഈ കിതാബ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇയാളുടെ ഈ കിതാബ് വിഷയത്തുനിന്ന് മാറാൻ ഒരു നല്ല മാർഗമായി. പിന്നെ ആ മനുഷ്യൻ മറ്റൊരു ആലിമിന് സ്വപ്നദർശനത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്, ഇയാളെ ഈ കിതാബ് കൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു കിതാബ് എഴുതണം. എന്റെ കിതാബിന് എതിരെ നിങ്ങളൊരു കിതാബ് എഴുതിക്കോളൂ, പരസ്യമായി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് വേറെ എഴുതണം. അങ്ങനെ വീണ്ടും അത് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ വിഷയം പറയുമ്പോ അത് ഉണർത്തേണ്ടതൊരു ബാധ്യതയാണ്, അല്ലെങ്കിൽ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാ പറയുന്നത്, ഈ വിഷയത്തില് ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? ജനങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യം അവനുണ്ടാവരുത്, കണ്ടുപോയി എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ലക്ഷ്യമില്ലാത്തവൻ വളരെ സ്വകാര്യമായിട്ട് സംഭാവനകൾ നൽകും, അത് വളരെ അഫ്ളലാണ്, സംശയമില്ല. വളരെ സ്വകാര്യമായി കൊടുക്കുന്ന ഒരാളെയും അറിയിക്കാതെ ലക്ഷക്കണക്കിന് രൂപ സംഭാവന നൽകുന്നവരുണ്ട്. നാട്ടിൽ വീട് നിർമ്മാണത്തിന് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ, നമ്മുടെ സ്വന്തം സുഹൃത്താണ്, നമ്മളെ കയ്യിൽ ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ട്. അയാള് വീടിന്റെ മെയിൻ സ്ലാബ് ഇടാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുകയാണ്, ഹാഫ് ചുമര് പൂർത്തിയാക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നു, പടച്ചോനെ, എന്റെ പൈസ ലക്ഷങ്ങൾ എന്റെ കയ്യിൽ ബാക്കിയുണ്ട്, ആ പണത്തിൽ ഒരൽപ്പം പൈസ എടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്താൽ അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുമല്ലോ എന്നാലോചിക്കുകയാണ്. അയാൾ വളരെ സ്വകാര്യമായി ഈ കൂട്ടുകാരനെ ചെന്ന് കാണുന്നു. ആ സുഹൃത്തിന് അതാ 2 ലക്ഷം രൂപ അങ്ങ് കൈമാറുന്നു. ആരോടും പറയണ്ട, നീ നിന്റെ വീട്ടുപണി തീർത്തോളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ സംഭാവനക്ക് അല്ലാഹു മാർക്കിടുന്നത് അത് തെളിഞ്ഞ മഷി കൊണ്ട് തന്നെയായിരിക്കും, അല്ലേ?
ഇതാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഒരാളും കുഞ്ഞാപ്പുവാക്കിയിട്ടല്ല, ചോദിച്ച് തണ്ടിൽ കയറ്റിയിട്ടല്ല, ആരും അതിനു വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അയാൾ സ്വയം തിരിച്ചറിഞ്ഞു നടത്തിയതാണ്. അതിനെന്തായാലും പവറുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ, ഈ ചർച്ച ചെയ്തിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. മൊത്തത്തിൽ അർശിന്റെ തണല് കിട്ടാൻ വേണ്ടത് സ്വതക്ക ചെയ്യലാണ്. അത് ഉദ്ദേശ്യശുദ്ധിക്കുറവ്, കൂലി ബാത്തിലാക്കി കളയാത്ത സ്വതക്കയായിരിക്കണം. അത് സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ കിട്ടണമെങ്കിൽ രഹസ്യമായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായിട്ട് അങ്ങനെ പ്രയോഗിച്ചതാണ്. ഇടത്തെ കൈ കൊടുക്കുന്ന വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് എത്രമാത്രം സ്വകാര്യത വേണമെന്നുള്ളതിന് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു ആശയമാണ്, ഒരു ശൈലിയാണ്. ഞാൻ പറയുന്നത് ഒരാള് യഹ്ഫാ അല്ല, പരസ്യമായി സദഖ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ കാഴ്ചപ്പാട്? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പരസ്യമായി സംഭാവന കൊടുക്കുന്നെങ്കിൽ അങ്ങനെയാണ് അതിന്റെ അസ്ലുണ്ടാവുക. ഫനിഇമ്മാഹി, അത് വളരെ നല്ലതു തന്നെ. ഖുർആൻ പറയാണ് ആ സദഖ മോശപ്പെട്ട സദഖയൊന്നും അല്ല. അതാ നമ്മൾ പറയുന്നത്. ഇത് വയലിന്റെ മജ്‌ലിസിലൊക്കെ കൊടുക്കുന്ന, ലിസ്റ്റ് വായിച്ച് ദുആ ചെയ്യാൻ പറയുന്ന, ലേലം ചെയ്യുമ്പോ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വിളിക്കുന്ന ഈ സ്വതക്കകളൊക്കെ സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഫനിഇമ്മാഹി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഏത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, കണ്ടോ? വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കണം. സിർറൻ വഅലാനിയ, രഹസ്യമായും കൊടുക്കണം, പരസ്യമായും കൊടുക്കണം. ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറയാണ് ഇത് രണ്ടും വേണം. അവർക്കാണ് യർജൂന തിജാറത്തൻ ലൻ തബൂർ, ജീവിത കച്ചവടം ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമായി തീരുക. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സിർറൻ വഅലാനിയ എന്തിനു പറഞ്ഞു? സിറെന്ന് മാത്രം പറഞ്ഞ് ചുരുക്കിക്കൂടായിരുന്നു? അവിടെ ആ വിഷയം. ഈ സിറെന്ന് പറഞ്ഞ് ചുരുക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പലർക്കും സംഭാവന രംഗത്ത് നിന്ന് ഉൾവലിയാൻ ഒരു ഭംഗിയുള്ള തട്ടിപ്പാകുത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്ത് അവരോട് സംഭവം, പിന്നെ എന്നെങ്ങൾ ആ സ്റ്റേജിലിട്ട് ഉഞ്ഞാപ്പ് വെക്കണേനൊന്നും എന്റെ അടുത്തൊന്നും ഒന്നും കിട്ടൂല, ഞാൻ തരൂല, കൊടുക്കൂല. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് മുപ്പര പറയും ചെയ്തു, ഞാൻ അങ്ങനെയൊന്നും കൊടുക്കാറില്ല, ഞാൻ ആരും അറിയാതെ വളരെ ഖനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാ അയാൾ ആ ചെയ്തതൊന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ ഒന്നും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് സത്യം. അയാൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞാൽ ആളുടെ ഒന്ന് തടി സലാമത്താക്കാലോ, ഒരു ഭംഗിയുള്ള തട്ടിപ്പായി കാണാം. ഞാൻ സിറായിട്ടേ കൊടുക്കുള്ളൂ. സിറായിട്ട് ഒന്നും ചെയ്യാറില്ല. പക്ഷെ അതേസമയം നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്, സിറായിട്ട് കൊടുക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റപ്പെടുത്തല്ല. പക്ഷേ സിറായിട്ടേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സംഭാവന രംഗത്ത് നിന്ന് ഒളിച്ചോട്ടം നടത്താൻ അതൊരു പഴുതാക്കി മാറ്റുന്നവരെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് വലിയ അപകടമാകും. അതുകൊണ്ടാണ് ആ പണ്ഡിതൻ എന്റെ കിതാബിനെതിരെ നിങ്ങൾ കിതാബ് രചിക്കണമെന്ന് പറയാൻ കാരണം, എന്റെ കിതാബ് കൊണ്ട് ജനങ്ങൾ വലിയ അപകടത്തിലേക്കാ ചെന്നപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. സിർറൻ വഅലാനിയ എന്ന് പറയാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചില സമയത്ത് രഹസ്യമായോ പരസ്യമായോ ഏതാണ് അഫ്ളൽ? അഫ്ളൽ രഹസ്യമായിട്ടായതുകൊണ്ടാണ് ആദ്യം പറഞ്ഞതല്ല സിർറെന്നാണ്. വളരെ രഹസ്യമായി സംഭാവന കൊടുക്കുന്നവർ പിന്നെ വഅലാനിയ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും സ്വാഭാവിക രൂപത്തിൽ അഫ്ളൽ സിറാണ്, പരസ്യത്തെക്കാൾ നല്ലത് രഹസ്യമാണ്. എന്നാലോ സ്പെഷ്യൽ കേസുകളിൽ ശ്രദ്ധിക്കണം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകും. സ്പെഷ്യൽ കേസുകളില് പരസ്യമായി കൊടുക്കൽ രഹസ്യമായി കൊടുക്കുന്നതിലേറെ പുണ്യമാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പരസ്യമായി കൊടുക്കുന്നതിന്
രഹസ്യമായി കൊടുക്കുന്നതിലേറെ പുണ്യമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് അങ്ങനെയാണ്. ചില പരസ്യങ്ങൾക്ക് രഹസ്യത്തെക്കാൾ പുണ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ഞാൻ രഹസ്യമായി ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. എന്നും ഞാൻ രഹസ്യമായി തന്നെ ചെയ്താൽ മതിയോ? പോരാ. എന്താ കാരണം? എന്നേക്കാൾ പണക്കാരായ പലരും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല എന്നല്ല, അതിന്റെ താഴെ പോലും അവർ ചെയ്യാൻ തയ്യാറല്ല. എന്നാലോ ഞാനൊരു സദസ്സിൽ വെച്ച് ഉസ്താദ് വഅളിന്റെ മജ്‌ലിസിനെ സഹായിക്കാൻ പറയുമ്പോ ഞാൻ 1000 രൂപ തരാതെ പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും സ്വതക്ക കൊടുക്കുന്ന, രഹസ്യമായി സ്വതക്ക കൊടുക്കുന്ന മനുഷ്യനാണ്. ഈ സദസ്സ് എഴുന്നേറ്റിട്ട് 1000 രൂപ ഈ സദസ്സിലേക്ക് തരാന്ന് പറഞ്ഞാൽ, അയാളുടെ തൊട്ടടുത്ത് പിൻ സീറ്റിലിരിക്കുന്ന ഒരു മുതലാളിയുണ്ട്. ഇയാളുടെ ഡബിൾ വരുമാനാണ് അയാൾക്ക്. അയാൾ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക, അനങ്ങാപ്പാറ നയമായിട്ട് നിൽക്കുക, അനങ്ങണമെന്നില്ല, അയാൾ അനങ്ങുന്നില്ല. അപ്പോഴാണ് ഇയാള് മുന്നിലുള്ള ആളെ എഴുന്നേറ്റിട്ട് എന്റെ വക ആയിരുന്നു. അപ്പൊ മറ്റേയാൾക്കുണ്ട് ഒരു ചമ്മല് വരാന്. പഠിച്ചോനെ, പുറത്തിരിക്കണവനും അറിയാം, അപ്പുറത്തിരിക്കണവനും അറിയാം, ബാക്കിലിരിക്കണവനും അറിയാം, അവനേക്കാളേറെ എനിക്ക് വരുമാനമുണ്ട്. അവൻ 1000 കൊടുത്ത സ്ഥിതിക്ക് മോശല്ലേ, 500 ഞാൻ കൊടുക്കാൻ, ഞാൻ അങ്ങോട്ടേ പാകപ്പെടുള്ളൂ. അല്ലെങ്കിൽ 1000 ഞാൻ കൊടുക്കാൻ ഞാൻ മോശല്ലേ? മൂപ്പര് എഴുന്നേറ്റിട്ട് അല്ലേ, മൂപ്പരും പറയുന്നു, മൂപ്പരും എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനും 1000 രൂപ തരാം. ഇപ്പൊ എന്തുണ്ടായി? ഇയാൾ പരസ്യമായിട്ട് ഈ കൊടുത്തത് കൊണ്ട് മറ്റൊരാളുടെ 1000 കൂടെ ദീനീ ഫണ്ടിലേക്കെത്തി. ഇവിടെ ഇയാൾ രഹസ്യമായിട്ട് തന്നിരുന്നെങ്കിൽ ഇയാൾ 1000 മാത്രമേ കിട്ടുള്ളൂ, ഇയാളുടെ 1000 മാത്രമേ കിട്ടുള്ളൂ. പരസ്യമായി തന്നതുകൊണ്ട് അപ്പുറത്തൊരു കുഞ്ഞാപ്പു, അങ്ങനെ തന്നെ പറയുന്നു, അയാളൊരു 1000 കൂടെ വന്നു. എന്നാ ഈ രണ്ടാമത് കൊടുത്ത ആൾക്ക് ഈ 1000ന് വല്ല ഫലവുമുണ്ടോ? ഒന്നുമില്ല. അയാൾ വെറും കുഞ്ഞാപ്പായിട്ട് കൊടുത്തതാ. ഇപ്പുറത്തുള്ള ആക്കോ 2000 രൂപ സംഭാവന ചെയ്ത കൂലിയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പുറത്തുള്ള ആൾക്ക് 2000 രൂപ സംഭാവന ചെയ്ത കൂലിയാണ്, അപ്പുറത്തുള്ള ആള് വെറും മനുഷ്യനെ കാണിക്കാൻ ചെയ്തതാണ്. അയാളുടേത് റിയാവ് കൊണ്ട് ബാത്തിലായി. വലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഏതുപോലെ റിയാ കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയും പോലെ നിങ്ങളുടെ സ്വതക്കകളുടെ പ്രതിഫലം നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും ബാത്തിലാക്കി കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനോട് തട്ടിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ റിയാ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് പോലെ എന്നാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകമാന്യമുള്ളവന്റേത് പൊളിയും, പക്ഷെ ഇപ്പുറത്തുള്ളവന് ലാഭാണ്. അപ്പൊ അയാൾ 1000 രൂപ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോ അയാളുടെ മനസ്സിലാക്കാണല്ലോ അള്ളാഹു നോക്കുക. അയാളുടെ മനസ്സിൽ ഒരിക്കലും ഞാനൊരു 1000 രൂപ കൊടുക്കുന്നവനാന്ന് നാട്ടുകാരറിയണം എന്നുള്ള മനസ്സേ അയാൾക്കില്ല. മറിച്ചെന്താ, ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് നേട്ടല്ലേ അതെന്നെ വിചാരിച്ചിട്ടുള്ളൂ. അയാൾക്ക് 2000 രൂപ സംഭാവന ചെയ്ത കൂലിയാണ്. കാരണം നന്മയിൽ അയാൾ മാതൃകയായി. പിന്നെ അയാളുടെ കൽബിൽ റിയാവ് ഒട്ടും ഇല്ല. അത് അയാളുടെ കൽബല്ലേ തീരുമാനിക്കാൻ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാളുടെ കൽബല്ലേ തീരുമാനിക്കുന്നത്. അയാൾക്ക് ലോകമാന്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് അയാളുടെ കൽബാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഈ ലോകമാന്യക്കാരൻ കൊടുത്തതിന് ഇയാൾക്കെന്തിനാ കൂലി കിട്ടുന്നത്? ഒരു കർമ്മത്തിന് മാതൃകയായി കഴിഞ്ഞാൽ അയാൾ ഞാനൊരു നല്ല കാര്യം ചെയ്തു, അത് കണ്ടിട്ട് മറ്റൊരാൾ അതുപോലെ ചെയ്താൽ അവൻ ചെയ്തതിന്റെ കൂലി കിട്ടും. അതുപോലെയുള്ള തത്തുല്യ പ്രതിഫലം എനിക്കും കിട്ടുമെന്നാണ് ഇത് സൂറത്തു യാസീനിൽ അല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ശരീഫിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ശരീഫിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു നല്ല കാര്യം ഒരാൾ ചെയ്താൽ, എവിടെയാ റസൂലുള്ളാഹി പറഞ്ഞത് അതും കൂടെ വേണം കണക്കിലെടുക്കാൻ.
മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ. ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞാണോ? അല്ല. മദീനത്തെ പള്ളിയിൽ മുതർ കോളനിക്കാറ് പട്ടിണി പാവങ്ങൾ വന്നപ്പം അവരെ പിരിവെടുത്ത് സഹായിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. പിരിവെടുത്തിട്ട് അവരെ സഹായിച്ചു. അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. ദാഹവും വിശപ്പും മാറ്റി. അവർക്ക് ദീനിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അവർ മുസ്ലിമായി. അതിനുശേഷം റസൂലുള്ള പറഞ്ഞത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നടപ്പില്ലാത്ത ഒരു രീതിയാണ് പള്ളിയിൽ നിന്ന് ഒരു പൊതുപിരിവെടുത്തിട്ട് ഒരു സാധുവിനെ സഹായിക്കുക എന്നുള്ളത്. ഇന്നിപ്പോ ഞാൻ പുതിയൊരു സംഗതി കാണിച്ചു തന്നതാ. ഇതുപോലുള്ള നല്ല ആചാരങ്ങൾ ആര് നടത്തുന്നോ, നല്ല സംവിധാനങ്ങൾ, നല്ല സമ്പ്രദായങ്ങൾ, പരിശുദ്ധ ദീനിൽ വിരോധിക്കപ്പെടാത്ത നല്ല സമ്പ്രദായങ്ങൾ, പുതുമകള്, നല്ല പുതുമകള്, അതാരാണോ കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായി അത് അംഗീകരിക്കപ്പെടണം. എന്നിട്ടതിന് പുതിയ രൂപങ്ങളും ഭാവങ്ങളും മദ്ഹുർ റസൂൽ പോലെ, മീലാദുൻ നബി പരിപാടി പോലെ അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ റസൂലുള്ള സമ്മതം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഗതികളുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ സന്തോഷങ്ങളുടെ ഭാവ രൂപങ്ങൾ മാറ്റി, അല്ലേ, കാലോചിതമായി ഗംഭീരമാക്കിയത്. ഇത് മാറ്റിയാൽ അത് കണ്ട് അമല് ചെയ്യുന്നവർക്കൊക്കെ അതിന്റെ കൂലി കിട്ടും. അവരുടെ കൂലി പോലോത്ത ഒരു കൂലി നിങ്ങൾക്കും കിട്ടും. അവരുടെ കൂലി പോലോത്ത ഒരു കൂലി നിങ്ങൾക്കും കിട്ടും. ഒരു നാട്ടിൽ SYS പ്രവർത്തിക്കുന്നതിന്റെ മുമ്പ്, ഉദാഹരണം പറയാം, ആ നാട്ടിൽ ഒരു മൊബൈൽ ദിക്ർ ഹൽക്കയില്ല. SYS കർമ്മരംഗത്തേക്ക് വന്നപ്പോ ആരോ ഒരാളുടെ തലയിൽ നിന്ന്, ഒരാചാര്യയുടെ തലയിൽ നിന്ന് ഉദിച്ച ഒരാശയാണ്, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ, അല്ലെങ്കിൽ ഒരു സാധാ പ്രവർത്തകന്റെ. നമ്മൾ മാസത്തിൽ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കയറിയിട്ട് മാസത്തിലൊരിക്കൽ ഒരു ദിക്ർ ഹൽക്ക, സ്വലാത്ത്, മൗലിദ്, ദിക്ർ ഒക്കെ ഉള്ള ഒരു ചെറിയ പരിപാടി നമുക്കെന്താ നടത്തിക്കൂടെ? നടത്താൻ തീരുമാനിച്ചു. അതങ്ങ് നടത്തി. 15 കൊല്ലം മുമ്പ് തുടങ്ങിയത് അപ്പോഴും നടന്നു വരുന്നില്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അന്നത് തുടക്കം കുറിച്ച ഒരു ആചാരോ, ഒരു മുസ്ലിയാരോ, ഒരു പ്രവർത്തകനോ ഉണ്ടാകും ആദ്യം ഇത് പ്ലാൻ ചെയ്ത. ഇന്ന് നടക്കുന്ന സദസ്സുകളുടെ കൂലിയും കൂടെ മരിച്ചു കിടക്കുന്ന ആചാര്യരുടെ ഖബറിലേക്ക് ഇങ്ങനെ ചൊല്ലുന്ന, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലാഭാണ്, നഷ്ടമില്ലാത്ത കേസാണ്. ലാഭക്കച്ചവടം മാത്രമാണ് നന്മക്ക് നേതൃത്വം നൽകിയാൽ. അതേസമയം തിന്മക്കാണ് നേതൃത്വം നൽകിയതെങ്കിൽ നമ്മൾ സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്യും പോലെയല്ല, വേറൊരാൾക്ക് മാതൃകയാകും വിധം തെറ്റ് ചെയ്യല്. നല്ലോണം പേടിക്കണം, നല്ലോണം പേടിക്കണം. സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്യും പോലെയല്ല, വേറൊരാൾക്ക് മാതൃകയാകും വിധം തെറ്റ് ചെയ്യല്. അത് വലിയ ഗൗരവമുള്ള കേസാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മാതൃകയുണ്ട്. മാതൃകയുള്ളതുകൊണ്ട് ഈ മനുഷ്യൻ പരസ്യമായി സംഭാവന നൽകിയതിന് കൂലിയുണ്ട്. അയാളുടെ മറ്റേയാൾ കൊടുത്തതിന്റെ കൂലി ഇയാൾക്കുണ്ട്. എന്നിട്ടെന്തേ ആ സാധുവിന് കിട്ടാതിരുന്നത്? അയാളുടെ പോക്കറ്റിൽ നിന്ന് 1000 പോയല്ലോ, അയാൾക്ക് കൂലിയില്ലേ? അയാൾക്ക് ലോകമാന്യം കൊണ്ടത് പൊളിഞ്ഞുപോയി. എന്നിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു സംഗതിക്ക് എന്തിനാ ഇയാൾക്ക് കൂലി കിട്ടുന്നത്? ഇയാൾക്ക് കൂലി കിട്ടാൻ കാരണമുണ്ട്. ഈ 1000 കൊണ്ട് പള്ളിക്ക് ഇയാളുടെ 1000 രൂപ കൊണ്ട് എന്തൊക്കെ നടക്കുമോ അതൊക്കെ അയാളുടെ 1000 രൂപ കൊണ്ടും നടക്കും. അയാൾക്കൊന്നും നടക്കില്ലാത്തല്ല, പള്ളിക്ക് 1000 രൂപേന്റെ കല്ലും സിമന്റും ഒക്കെ അതുകൊണ്ട് കിട്ടും. ഇതന്നെ കാരണം. പള്ളിക്ക് 1000 രൂപയുടെ കമ്പിയും സിമന്റും ഒക്കെ കിട്ടും. പക്ഷെ അയാളുടെ ഉദ്ദേശശുദ്ധി മോശമായതുകൊണ്ട് അയാൾക്കൊന്നും കിട്ടാനില്ല എന്ന് മാത്രം. പക്ഷെ പള്ളിക്ക് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ 1000ന് സിമന്റും കമ്പിയും ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യമായി സംഭാവന കൊടുക്കാം, മാതൃകയുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് പഴയകാലത്തെ ഈ ലേല സമ്പ്രദായങ്ങളും പരസ്യമായ ലിസ്റ്റ് വായിക്കലും. കാരണം ഇതൊന്നും നടത്തിയത് നമ്മളല്ല, അല്ലെ? നമ്മളൊക്കെ നടത്തൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മളല്ല. ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമല്ല. എന്താ കാരണം? വറയിന്റെ നടുക്കഷ്ണങ്ങളായിരുന്ന ഉസ്താദുമാരാണ് ഈ പണിയൊക്കെ ഇവിടെ ചെയ്തു പോയത് ആദ്യകാലത്ത്. അവർക്കാർക്കും അത് തെറ്റാന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? അവര് പ്രമാണങ്ങളുടെ ആഴം പഠിച്ചവരാണ്, അവര് കിതാബുകളുടെ ആഴങ്ങൾ വായിച്ചവരാണ്. അതാണതിന് കാരണം. ഇനി പറയുന്നു, കഴിഞ്ഞില്ല, പരസ്യമായി കൊടുക്കുന്നത് അഫ്ളലാകുന്ന ഒരു രൂപം,
നാട്ടുകാര് അവനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ. മഹാന്മാരിങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ പറഞ്ഞ ഒരു കാരണം, നാട്ടുകാരൊക്കെ പറയും ആ ചങ്ങാതി മുറിഞ്ഞെടുത്ത് പേക്കൂലാന്ന്, ഇഷ്ടംപോലെ പൈസ ഉണ്ട് നാട്ടുകാരുടെ, ഒരു പരിപാടിയിൽ മൂപ്പരൊന്നും കൊടുക്കൂലാന്ന് നാട്ടുകാർ മുഴുവൻ പറയും. ഒരു മുസ്ലിമിനെ പറ്റി അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല, അയാളൊന്നും കൊടുക്കാത്തവനാന്ന് നാട്ടുകാര് പറയരുത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് അയാൾക്ക് സംഭാവന നൽകാം. എന്തിന്? ഈ തെറ്റിദ്ധാരണ ഒഴിവായി കിട്ടാൻ വേണ്ടി സംഭാവന നൽകാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി അല്പമൊക്കെ പരസ്യമായിട്ടും കൊടുക്കുക, അതേസമയം സ്വകാര്യമായും വേണം. ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ച് ഒരു മുഫസ്സിർ എഴുതിയത് എന്റെ മനസ്സിന് വല്ലാതെ തട്ടിപ്പോയി. ഒരു മഹാൻ പറയുന്നുണ്ട്, ഇതിലേറ്റവും കരണീയമായ മാർഗം അള്ളാഹ് പറഞ്ഞത് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കണമെന്നാണ്. അതുകൊണ്ട് ഇന്നതിനേക്കാൾ അഫ്ളൽ എന്നതിൽ നിന്ന് പോയിട്ട് നിന്റെ ജീവിതത്തിൽ രണ്ടും ധാരാളം വേണം. ആരുമറിയാത്ത സ്വകാര്യ സംഭാവനകളും വേണം, പരസ്യ സംഭാവനകളും വേണം. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയാ. എന്താ? ഖുർആൻ കൊണ്ട് അമല് ചെയ്തു, രണ്ടുകൊണ്ട് അമല് ചെയ്തു എന്ന് വരാൻ രണ്ടുണ്ടായിക്കോട്ടെ, അതിനെ നല്ലത്, സംശയമൊന്നുമില്ല. മൂമിനീങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ അങ്ങനെ കൽബ് തട്ടും. ഒരു സ്ഥലത്ത് നിന്ന് ക്ലാസ് എടുത്തപ്പോ ഞാൻ അത് പറഞ്ഞു. അന്ന് ഞാനൊരു പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കുന്ന വിഷയം അന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ സദസ്സിന് 1000 രൂപ ആ ഫണ്ടിലേക്ക് ഒരാൾ കൊണ്ടുവന്നു തന്നു. 1000 രൂപ ആ ഫണ്ടിലേക്ക് കൊണ്ടുവന്നു തന്നു. പിന്നെ അത് കഴിഞ്ഞാൽ 4000 അയാൾ സ്വകാര്യമായി കൊണ്ടുവന്നിരുന്നു. മുപ്പര് പറഞ്ഞു, സിർറൻ വയലാനിയൻ, രണ്ടും കിട്ടാനാണോ? രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 5000 രൂപ രണ്ടും എന്റെ കയ്യിൽ ഒരൊറ്റ മജ്‌ലിസാ ഏൽപ്പിക്കുന്നത്. പക്ഷെ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ അങ്ങ് കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു മാറ്റം. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കാന ഉമറു വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. സയ്യിദുനാ ഉമർ അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിനു മുമ്പിൽ സഡൻ ബ്രേക്ക് ഇടുന്നയാളായിരുന്നു സയ്യിദുനാ ഉമർ. ഖുർആൻ ഇന്ന കാര്യ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ കണ്ട് ചവിട്ടൂല. എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതേ സ്വഭാവമാണ് നമുക്കൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ചുരുക്കി പറയാം. അപ്പൊ രഹസ്യമായോ പരസ്യമായോ എന്നതിനല്ല പ്രാധാന്യം. അത് ഈ പ്രാധാന്യം വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഈ നല്ല പിള്ള ചമയുക, ലോകമാന്യം കാണിക്കുക എന്ന അവസ്ഥ ഇല്ലാതെയാക്കാൻ വേണ്ടി മാത്രമാണിത് പറഞ്ഞത്. കഴമ്പെവിടെയാണ്? സ്വതക്ക ചെയ്യണം. നല്ല മനസ്സോടെ, തെളിഞ്ഞ മനസ്സോടെ സ്വതക്ക നൽകിയാൽ അർശിന്റെ ചുവട്ടിൽ കഴിയാൻ കഴിയും. അർശിന്റെ ചുവട്ടിൽ അല്ലാഹു തണല് വിരിച്ചു തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നതാണ്. അതിനെന്തു വേണം? സ്വതക്ക ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുമ്പം പലരും വിചാരിക്കാറുണ്ട് അതെന്റെ ഒരു ഔദാര്യമാണ്. അല്ല കേട്ടോ, സ്വതക്ക നിങ്ങളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. സ്വതക്ക നിങ്ങളെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഒരു സാധു കുട്ടിനെ കെട്ടിക്കുമ്പോ നമ്മള് 1000 ഉറുപ്പ്യ അതിലേക്ക് സഹായമായിട്ട് കൊടുക്കുന്നത്, 2000 കൊടുക്കുന്നത്, 5000 കൊടുക്കുന്നത്, പലപ്പോഴും 100 ഉറുപ്പ്യ പോലും കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന വലിയൊരു ഔദാര്യമായിട്ടാ പലരും കാണലുണ്ട്. ഒരിക്കലും കരുതണ്ട, പാവപ്പെട്ടവന്റെ അവകാശമാണ് സ്വതക്ക, അത് നിന്റെ ഔദാര്യമല്ല. അത് സക്കാത്തല്ലേ? സക്കാത്ത് എന്തായാലും അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ സ്വത്തിലെ ചണ്ടിയും ചേറും അഴുക്കും ആണ് സക്കാത്ത് എന്ന് പറഞ്ഞ നിർബന്ധമായ ദാനം. അതിനെപ്പറ്റിയല്ല എന്റെ ചർച്ച. ഐച്ഛികമായ സ്വതക്ക, സുന്നത്തായ സ്വതക്കയെ കുറിച്ച് തന്നെ പറയുന്നു. അത് നിങ്ങളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. എന്താ കാരണം? സൂറത്തുൽ മആരിജ് നോക്ക്,
ആ സൂറത്തുൽ മആരിജിൽ അല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് പലയിടത്തുമുണ്ട്. ഇത് ഒന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിരി വൽ മഹ്റൂം. നിങ്ങളുടെ സമ്പത്തിൽ മുഅ്മിനീങ്ങളെപ്പറ്റി, സ്വർഗാവകാശികളെപ്പറ്റി പറയുമ്പോഴാ പറഞ്ഞത് വല്ലദീനഹും, അവരാരാണെന്നറിയോ? ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സ്വത്തിൽ ഒരു നിർണിതമായ അവകാശമുണ്ട്, ഹക്കുണ്ട്. നമ്മൾ ഔദാര്യ കൊടുക്കേണ്ടതുണ്ട് എന്നല്ല പറഞ്ഞത്. ഹക്കായിട്ട് അന്യന്റെ അവകാശം നമ്മളെ സ്വത്തിലുണ്ട്. ഹഖ്ഖും മഅലൂം ആർക്ക്? ലിസ്സായിരി വൽ മഹ്റൂം, യാചിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ദിവസവും കടന്നു വരുന്ന യാചകർക്കും, വൽ മഹ്റൂമീ, അഭിമാനബോധം കൊണ്ട് യാചിക്കാതെ നടക്കുന്ന പാവങ്ങൾക്കും നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട്. എന്തേത് രണ്ടും പറഞ്ഞത്? ലിസ്സായിരി വൽ മഹ്റൂം, യാചിച്ചു വരുന്ന യാചകർക്ക് കൊടുക്കണം. വഅമ്മസ്സായില ഫലാ തൻഹർ, അത് ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. യാചകരെ തിരിച്ചയക്കരുത് വെറുതെ. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നല്ല ഒരു വാക്കെങ്കിലും പറയാൻ നമുക്കറിയണമെന്ന. നല്ല വാക്ക്, നല്ല വാക്ക്. നമ്മളെ പഴയ കാരണവന്മാര് പറയാറുണ്ട്, വാപ്പാരൊക്കെ കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വർത്താനം, അതെ, അതെങ്കിലും പറയാൻ കഴിയണം. കഞ്ഞി കൊടുക്കാൻ വകുപ്പില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വർത്താനം പറഞ്ഞു വിടണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. ഒരാൾ കയറി വന്നിട്ട് വല്ലതും തരുമോന്ന് ചോദിച്ചു. മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ നോക്കി വല്ലതും ഉണ്ടോ, പോക്കറ്റിലില്ല, അടുത്തൊന്നുമില്ല. അങ്ങനെ വരുന്നവർക്കൊക്കെ കൊടുക്കും, ഒന്നും അപ്പൊ കൊടുക്കാനില്ല കയ്യിൽ. ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, ശിഷ്യന്മാരൊക്കെ മുന്നിലുണ്ട്. അപ്പൊ മഹാനവറുകളൊന്നും നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, അടുത്ത തവണ വരുമ്പോ നമുക്ക് കൂട്ടിയെടുക്കാം, നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ, അടുത്ത തവണ വരുമ്പോ ഞാനത് കൂട്ടിത്തരാം, ഇപ്പൊ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദെ, ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു ദുആയെങ്കിലും ചെയ്തു കൊടുത്തൂടെ, അയാൾക്ക് അതും ഒരു കാര്യമാവുമല്ലോ. നോക്കണം, മാലിക് ഇമാമിനോടാ പറയുന്നത്. ഒന്നും ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ ഉസ്താദിനെ പോലെയുള്ള ഒരാള് എന്റെ കയ്യിലൊന്നുമില്ല, അള്ളാഹു ഹൈറാക്കട്ടെ മോനെ എന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളെ യാത്ര പടച്ചോ ഹൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ അയാൾക്ക് വലിയ കാര്യമായിരിക്കുമല്ലോ, അപ്പൊ അതൊരു സദഖയാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ല സംഭാവനയും ഞാൻ ആ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു, അപ്പോൾ അയാൾക്ക് എന്റെ ദുആഇന് നല്ല വിലയുമുണ്ടാകും. ഒന്നും കൊടുക്കാതെ ഞാൻ ദുആ ചെയ്യൂല. കാരണം ഖുർആനിലെ ഒരായത്തോർത്തുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, നിന്റെ റബ്ബിന്റെ നാമം നീ എപ്പോഴും പരിശുദ്ധമാക്കി വെക്കണം. നിന്റെ റബ്ബിന്റെ നാമം എപ്പോഴും പരിശുദ്ധമാക്കി വെക്കണം. അതിനൊരു തഫ്സീറുണ്ട്, കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ മുമ്പിൽ അത് പറയരുത്. അള്ളാന്റെ നാമേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ മുമ്പില് അത് പറയരുത്. അതാണ് അള്ളാന്റെ നാമത്തെ പരിശുദ്ധാക്കുന്നതിന്റെ ഒരു രൂപം. അപ്പൊ മോനെ, ശിഷ്യനോട് ഉസ്താദ് പറയാം, ഞാൻ 10 റുപ്യ കൊടുത്തിട്ട് അയാളോട് പറയാണ്, അള്ളാഹു നിങ്ങളെ യാത്ര സന്തോഷാക്കട്ടെ, ഹൈറും ബർക്കത്തും ഒക്കെ നൽകട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സറിഞ്ഞ് ആമീന്ന് പറയും, നല്ല സന്തോഷമാവും. നേരെ മറിച്ച് ഞാനൊന്നും കൊടുക്കാതെ ഞാൻ അയാൾക്ക് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഹൈറിലാക്കി തരട്ടെ, ഇനി പോകുന്നിടത്ത് നോക്കാൻ നല്ലോണം കിട്ടിക്കോളൂ, അള്ളാഹ് ഹൈറിലാക്കി തരട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു കൊടുത്താൽ അയാള് ആമീൻ ചൊല്ലിയില്ല എന്ന് വരും. ഇനി ആമീൻ ചൊല്ലിയാൽ തന്നെ അയാൾ മനസ്സുകൊണ്ട് പഴിക്കും. ഏത്? അള്ളാഹ് ഹൈറിലാക്കൽ അവിടെ കട്ടെ, നിങ്ങൾക്ക് വല്ല ഹൈറുണ്ടാക്കി തരാൻ കഴിയോ? ഇത് ഒരു യാചകന്റെ മനസ്സെനിക്കറിയാം. മാലിക് റളിയല്ലാഹു അൻഹു പറയാം, അള്ളാഹ് ഹൈറിലാക്കൽ അത് പിന്നെ ആലോചിക്കാം, നിങ്ങൾക്ക് വല്ല ഹൈറും ആക്കി തരാൻ പറ്റുമോ? അതില്ലാതെ പിന്നെ ഇപ്പൊ നിങ്ങൾ അള്ളാഹ് ഹൈറിലാക്കി തരുന്നപ്പോ നിങ്ങൾ കൂടുതൽ പറയണ്ട. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത്? യാചകരിൽ പലരും ഈ ഒരു മൈൻഡുള്ളവരായിരിക്കും.
അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ റബ്ബിനെ അയാളെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാൻ പാടില്ല, പടച്ചോന്റെ പേരിനെ മോശാക്കാൻ പാടില്ല. അതേസമയം ഞാനൊരു 10 റുപ്യ കൊടുത്തിട്ട് പറയുകയാണെങ്കിലോ അയാൾക്കത് വലിയ കാര്യമായിരിക്കും. അപ്പൊ അയാളുടെ ഈമാൻ ഇളകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ശ്രദ്ധിച്ചാണ് മഹാന്മാർ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു, നമ്മൾ കൊടുക്കുന്ന ഔദാര്യം, നമ്മൾ കൊടുക്കുന്ന സംഭാവന, അത് നമ്മുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ച് വീട് വീടാന്തരം കയറി യാചിച്ച് നടക്കുന്നവർക്ക് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞതോട് കൂടെ പറഞ്ഞു വൽ മഹ്റൂം. എന്തിനായി മഹ്റൂമിനെ കൂട്ടിയത്? മഹ്റൂമിനെ കൂട്ടിയത് എന്തിനാ? അവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, മഹ്റൂമീങ്ങൾ. മഹ്റൂം എന്ന് പറഞ്ഞാൽ അഭിമാനം ആലോചിച്ചിട്ട് യാചനയെ തൊട്ട് തടയപ്പെട്ടയാള്. മഹ്റൂമിനെ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. അഭിമാനം ആലോചിച്ചിട്ട് യാചനയിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അയാൾ നല്ല തുണിയും കുപ്പായൊക്കെ ഉണ്ടാകും. അയാൾ ഇസ്തിരിയിട്ട വസ്ത്രം കാണുമ്പോ ആളുകൾ വിചാരിക്കും അയാൾക്ക് നല്ല സുഖാണ്. അയാളെ കഥ അറിയണമെങ്കിൽ അയാളെ കെട്ടിയോളും കുട്ടികളും അയാളെ പുരയിലും ചെന്നു നോക്കണം, അപ്പോഴാ കഥ അറിയാം. എത്രയോ ദിവസങ്ങളായി അടുപ്പ് പുകഞ്ഞിട്ട്, എന്നാലും അയാൾ പുറത്തിറങ്ങി ഹൃദ്യമായിട്ട് ഉള്ളു തുറന്ന് ചിരിക്കും. അയാൾക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയും. ആരോടും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അയാൾ പറയൂല. എല്ലാ നല്ല പരിപാടികളിലും അയാളുടെ കഴിവിന്റെ പരമാവധി അയാൾ പങ്കെടുക്കും. ആരെയും തന്റെ ഞെരുക്കവും ബുദ്ധിമുട്ടൊന്നും അറിയിക്കൂല. ഇതൊരു മാന്യനായ മുസ്ലിമിന്റെ ലക്ഷണമാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ ജീവിക്കണം, അതാ വേണ്ടത്. അല്ലാതെ യാചിച്ച് എരന്നിങ്ങനെ നടക്കാൻ പാടില്ല. അപ്പൊ ഈ അഭിമാന ബോധം വിചാരിച്ചിട്ട് യാചിക്കാൻ മടിച്ച് മാറി നിൽക്കുന്നവനെ കണ്ടെത്താൻ കഴിവുള്ള ചില നല്ല യുക്തിയുള്ള ആളുകളുണ്ട്, നല്ല സമർത്ഥന്മാർ. എന്നിട്ട് എന്ത് ചെയ്യും? ആ മനുഷ്യന്റെ പ്രയാസം കണ്ടെത്തി. ഇപ്പൊ നോക്ക്, നിങ്ങൾ നാട്ടില് പച്ച ഫക്കീറുകള്, ഫക്കീർ കാരണം ഒന്നുമില്ലാത്ത ആളുകളാണ് പച്ച സാധു. ഈ പച്ച സാധുക്കളുടെ കുട്ടികളെയൊക്കെ കെട്ടിക്കുമ്പോ പലപ്പോഴും അവര് ഒരു കുട്ടിനെ കെട്ടിച്ചാൽ 2 കുട്ടികളെ കെട്ടിക്കാളുകൾ കിട്ടും. അതിന്റെ ഇടയിലുണ്ട് ഈ ഇടത്തരം ആളുകളുണ്ട്, ഒരു കുടുങ്ങല്. ഇടത്തരം ആളുകൾ ആരും ഒന്നും കൊടുക്കൂല, അവർക്ക് ആരും അവർക്കൊന്നും കൊടുക്കൂല. എല്ലാരും വിചാരിക്കും അവർക്ക് നല്ലോണം ആണ്ട് ഒപ്പിച്ചാണ് പോകുന്നു. കൂടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും ഒപ്പിച്ച് പോകുമെന്ന് വിശ്വസിക്കാണ്. എന്നിട്ട് 2-3 മക്കളെ കെട്ടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കടബാധ്യതകളുടെ കുന്നുകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാണ് മിസ്കീന്മാർ. ഫക്കീർ അല്ല മിസ്കീൻ. മിസ്കീനും ഫക്കീറും മാറ്റമുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ടാകുന്നത് മിസ്കീനെതിരല്ല, ഒരു ജോലി ഉണ്ടാകുന്നത് മിസ്കീനെതിരല്ല. കിട്ടുന്നത് അയാൾക്ക് അവരുടെ ആവശ്യത്തിന് തികയുന്നില്ല, കടങ്ങൾ വരുന്നെങ്കിൽ അയാൾ മിസ്കീനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്നത് കാണാം. ഏത്? ഒരു കപ്പൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഏതാനും കൂട്ടുകാർ, കപ്പൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഉടമാവകാശത്തിലുണ്ടായിരുന്ന ഏതാനും കൂട്ടുകാർ. ആ കൂട്ടുകാരെ പറ്റി വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് അവർ സാധുക്കളാണെന്നാണ്. ഒരു 10 ആൾ കൂടിയിട്ടൊരു ബസ് ഇറക്കി, അല്ലേ? നമ്മളെന്താ പറയാ? ഓ, അവനിപ്പോ ബസ്സൊക്കെ ഉണ്ടല്ലോ പറയും, അല്ലേ? അങ്ങനെ പറയാ. 10 ആൾ കൂടിയിട്ടൊരു ബസ് ഇറക്കിയാല് അവൻ ബസ്സിന്റെ മുതലാളിയാണ്. 10 ആൾക്കും പേര് ബസ്സിന്റെ മുതലാളിയാണ്, അല്ലേ? ഇനി ഒരു വണ്ടി സ്വന്തമായിട്ടുണ്ട്, അതുകൊണ്ട് മസ്കനത്തിന്റെ പരിധിയിൽ നിന്ന് അത് പോകൂല, അതൊന്നും മിസ്കീനാകുന്നതിന് തടസ്സാവൂല. നമ്മൾ മനസ്സിലാക്കാത്ത ഏതായാലും ഒരു കപ്പൽ സർവീസ് നടത്തിയിരുന്ന ആളുകളെ കുറിച്ചാ പറഞ്ഞത്. അമ്മ സഫീനത്തു ഫകാനത്ത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ. കടൽ തൊഴിലാളികളുടെ കപ്പലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ കഹ്ഫിൽ. അവരെ പറ്റി ലിമസാകീൻ, മിസ്കീന്മാർ, സാധുക്കൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അവരെ സാധുക്കളുടെ ലിസ്റ്റിലാപ്പെടുത്തിയത്. അപ്പോൾ ഈ സാധുവിന് കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഫക്കീറിന്റെ കാര്യം പറയാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫക്കീറിനെ കുറിച്ച് പറഞ്ഞത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ്. ഖുർആൻ എണ്ണിയാൽ ഒറ്റ കയ്യിൽ ഒതുങ്ങാൻ മാത്രമേ ഉള്ളൂ ഫക്കീറിനെ പറ്റി പറഞ്ഞത് ഖുർആനിൽ. അതേസമയം മിസ്കീൻ അങ്ങനെയല്ല, നിറഞ്ഞു കിടക്കുക ഖുർആനിൽ.
പറഞ്ഞിടത്തൊക്കെ മിസ്കീന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഫക്കീറിന് എല്ലാവരും കൊടുക്കും. ഈ പാവം മിസ്കീന്, അഭിമാനിയായ മിസ്കീന്, ഈ അഭിമാനബോധമുള്ള മിസ്കീന്, അയാളുടെ ഞെരുക്കം പലരും അറിയില്ല. അവരെ കണ്ടറിഞ്ഞ് സഹായിക്കണം. അപ്പൊ നാട്ടിൽ കഷ്ടപ്പെടുന്നവർ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പലരുണ്ട്, ആവശ്യങ്ങൾക്ക് പണം തികയാത്ത പലരുണ്ട്. അവരെ നിങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതിനാണ് മഹത്വം. ലിസ്സാഇലി വൽ മഹ്റൂം. യാചിച്ചു നടക്കുന്നവന് മാത്രം കൊടുത്താൽ പോരാ, യാചനയിൽ നിന്ന് മാറി നിൽക്കുന്നവനും കൊടുക്കണം. വൽ മഹ്റൂം എന്നതിനെ കുറിച്ച് യാചനയിൽ നിന്ന് തടയപ്പെട്ട വ്യക്തിക്കും കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് ഇമാം അബു സഈദ് തങ്ങൾ തഫ്സീർ നൽകിയത് അയല്ലദി ലാ യസ്അലുഹു, ചോദിച്ചു വരാത്ത മനുഷ്യൻ, ഫയുദന്നു അന്നഹു ഗനിയ്യുൻ ഫയുഹറം. അപ്പോൾ കാണുന്നവരൊക്കെ വിചാരിക്കും അയാൾ വലിയ മുതലാളിയാണ്, അപ്പൊ അയാൾക്ക് സംഭാവന കിട്ടാതെ തടയപ്പെടുന്നു. അതുകൊണ്ടാ വൽ മഹ്റൂം എന്ന് പറയാൻ കാരണം. വൽ മഹ്റൂം എന്ന് പറയാൻ കാരണം. അപ്പൊ മിസ്കീന്റെ ഹഖാൻ, അവകാശമാണെന്ന് പറഞ്ഞത് സൂറത്തുൽ മആരിജ് 24-25 കഴിഞ്ഞില്ല. ഇനി ഞാൻ അർത്ഥം പറയുമ്പോൾ നേരം വൈകുന്നു എന്ന് കരുതിയാണ്. ഖുർആനിൽ കുറെ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ സൂചന നൽകാൻ വേണ്ടി മാത്രം. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശ്ശിമാലി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. നരകത്തിന്റെ ഭയാനകമായ രംഗങ്ങൾ ആദ്യം അങ്ങ് പറഞ്ഞു. പരലോകത്തിന്റെയും നരകത്തിന്റെയും ഭയാനകമായ രംഗം, ഹിസാബിന്റെ നെഞ്ചു പിളർക്കുന്ന രംഗങ്ങളാണ് ആദ്യം കേട്ടത്. വിശദീകരിക്കാൻ സമയമില്ല. അവിടെ വെച്ച് അവൻ ഇങ്ങനെയൊക്കെ ഉള്ള കടുപ്പങ്ങൾ നേരിടാൻ കാരണമെന്താ? പരലോകത്ത് വെച്ച് അല്ലാഹ് പറയുന്നു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അവന് മഹാനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, സാധുവിന്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവനുമായിരുന്നു. ആഖിറത്തിൽ നമ്മൾ വലയാനുള്ള കാരണം പറയാ, സാധുവിന്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവനായിരുന്നു. ഇവിടെ പിഴയാ സാധുവിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞത്. ഞാൻ അതിനാ തെളിവോതിയത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ എന്നാ പറഞ്ഞത്. എന്തല്ല പറഞ്ഞത്? വലാ യുത്ഇമുൽ മിസ്കീൻ എന്നല്ല. വലാ യുത്ഇമുൽ മിസ്കീൻ എന്നാണെങ്കിൽ സാധുവിനെ ഭക്ഷിപ്പിക്കാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കറ്റിലുള്ളത് ഓന ഔദാര്യമായിട്ട് കൊടുക്കുക എന്നാ അർത്ഥം. നേരെ മറിച്ച് അതല്ല. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്വആമുൽ മിസ്കീൻ, സാധുവിന് അവകാശപ്പെട്ട ഭക്ഷണം എന്റെ പോക്കറ്റിൽ അല്ലാഹ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വൃത്തിയാക്കണം, അവന് കൊടുക്കണം. അത് അവന്റെ അവകാശമാണ്. സാധുവിന്റെ ഭക്ഷണം എന്റെ പോക്കറ്റിലുണ്ട്, അത് അവന് കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാത്തവൻ. അതാണ് വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. കണ്ട, എല്ലായിടത്തും പറയുന്ന, ഖുർആൻ പറയുന്നിടത്തൊക്കെ ഭൂരിപക്ഷവും പറഞ്ഞത് അങ്ങനെയാണ്. ഭക്ഷിപ്പിക്കുക എന്ന പ്രയോഗത്തിലധികം 97%, 98% എന്ന് തന്നെ പറയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഏതാ? ത്വആമുൽ മിസ്കീൻ എന്ന പ്രയോഗമാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. സൂറത്തുൽ മാഊൻ, സൂറത്തുൽ ഫജ്റിൽ കാണാം, വലാ തഹാബ്ബൂന അലാ ത്വആമിൽ മിസ്കീൻ, സാധുക്കളെ ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണെന്ന് എങ്ങനെയാ പറയാ? അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും പറയുന്നത് സാധുവിന് അവകാശപ്പെട്ട ഭക്ഷണം നമ്മളെ അക്കൗണ്ടിലുണ്ട്, നമ്മുടെ പോക്കറ്റിലുണ്ട്, നമ്മുടെ ഷെൽഫിലുണ്ട്, എടുത്തിട്ട് കൊടുക്ക് സഹോദരാ. സദഖ കൊടുത്തെങ്കിൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ കഴിയൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്,
അള്ളാഹു നമ്മളോട് സദഖ ചെയ്യണമെന്ന് പറഞ്ഞ ഭാഷ ഏതാണ്? അള്ളാഹു സദഖ ചെയ്യണമെന്ന് പറഞ്ഞ ഭാഷ ഏതാണ്? നിങ്ങൾ നിങ്ങളെ സ്വത്ത് കൊടുക്കണം എന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല ഖുർആൻ പ്രയോഗിച്ചത്. ഖുർആൻ അറിയാവുന്ന മുതഅല്ലിമീങ്ങൾ എന്റെ സദസ്സിലുണ്ടാവും. ഉസ്താദുമാർക്ക് എന്തായാലും അറിയും. വേദിയിലുള്ള ഉസ്താദുമാര് ധാരാളം ഹദീസുകളും ആയത്തുകളും ഒക്കെ ഓർമ്മയുള്ളവരാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഭാഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഖുർആനിന്റെ ഭാഷ? അല്ല പറയാ നിങ്ങളെ സ്വത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്ന് അല്ല പറയുന്നുണ്ടോ? അല്ല. അള്ളാഹു പറയുമ്പോ അധിക സമയത്തും പറയുന്നത് എന്താണെന്നറിയോ? അല്ല തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ആ ശൈലി. ഇതിന് പാകപ്പെടാത്ത ഒരാള് മഹാബഹീല. ഇതിന് പാകപ്പെടാത്ത ഒരാള് അന്താരാഷ്ട്ര പിശുക്കനാണ് അയാള്. സംശയിക്കണ്ട. എന്താ ഈ പരിപാടി അറിയോ? വേഗം അങ്ങോട്ട് തിരിയാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്നോട് ഈ സദസ്സിൽ നിന്നൊരാൾ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് 10,000 ഉറുപ്പ്യ തരാം, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പ്യ തരാം. 10,000ന്റെ 10 കെട്ട് 1,00,000 ഉറുപ്പ്യ ഉസ്താദിന് തരാം. ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. എന്താ? ശരി, ഞാൻ സ്വീകരിച്ചോളാം. എന്താ ഡിമാൻഡ് വല്ലതും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ അതിൽ 90,000 ഇപ്പൊ തന്നെ ഞാൻ ആളെ കാണിച്ചു തരും, അവർക്ക് കൊടുക്കണം. ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരികയാണ്. നിങ്ങളുടേതാക്കി 1,00,000 ഉറുപ്പ്യ തരുന്നു, നിങ്ങൾക്ക് ഉടമപ്പെടുത്തി. പക്ഷെ നിങ്ങൾ അതിൽ 90,000 പാവങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ ചൂണ്ടിത്തരുന്ന പാവങ്ങൾക്ക്. എന്നാ ഞാൻ 1,00,000 ഉറുപ്പ്യ തരും. ഞാൻ കൊടുക്കോ കൊടുക്കൂലേ? വാങ്ങോ വാങ്ങൂലേ? നിങ്ങൾ പറയും. വാങ്ങും, കൊടുക്കും. എന്താ കാരണം? ഞാൻ ചിന്തിക്കുന്നത് എന്താ? 90,000 കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെ അല്ലേ? പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താ? ഇതില്ലെങ്കിൽ 10,000 ഇവിടെ കിട്ടൂല. ഇത് 90,000 കൊടുത്താലും എനിക്ക് 10,000 ലാഭമല്ലേ? 90,000 കൊടുത്താലും എനിക്ക് 10,000 ലാഭമല്ലേ? ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോ എന്റെ അവസ്ഥയല്ല, നിങ്ങളെ അവസ്ഥയല്ല. ഒരു അന്താരാഷ്ട്ര പിശുക്കരങ്ങൾ സമീപിച്ചു പറഞ്ഞാൽ മൂപ്പര് റെഡിയാക്കാറുണ്ട്. മൂപ്പര് റെഡിയായിരിക്കും. ഒരു അന്താരാഷ്ട്ര പിശുക്കനോട് എന്നിട്ട് ഞങ്ങൾ പറയുന്നത് ഞാൻ 10,000 തരാം, 5,000 പാവങ്ങൾക്ക് കൊടുക്കണം, 5,000 പോക്കറ്റിൽ ഇട്ട് പറഞ്ഞാല് മൂപ്പര് തയ്യാറല്ല. എത്ര 10,000 തരുന്നു വയ്ക്കും അയാള്, അല്ലെ? അയാൾക്ക് ഒരു പിശുക്കും ഉണ്ടാവില്ല, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ഓരോ തവണയും 5,000 എന്റെ പോക്കറ്റിലേക്കാവുമല്ലോ എന്ന് അയാൾ ചിന്തിക്കുക. ഓരോ തവണയും എന്റെ പോക്കറ്റിൽ വീഴുമല്ലോ, ഇതാണ് ഈ മനുഷ്യൻ ചിന്തിക്കുക. അപ്പോൾ അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന പണത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുമോന്നാ പടച്ചോൻ ചോദിച്ചത്. ഇപ്പൊ നമ്മളെടേന്ന് ഒരു ഉദാഹരണം പറഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് തരുമ്പോഴും ഞാൻ നിങ്ങൾക്ക് തരുമ്പോഴും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അള്ള തരുമ്പം കൊടുക്കാൻ തയ്യാറുമല്ല. അള്ള പറഞ്ഞത് അങ്ങനെയാണ്. അത് ആദ്യം ഒന്ന് വായിക്കാം. എവിടെയാ പറഞ്ഞത്? സൂറത്തുൽ ബഖറ. അൽ ബഖറന്റെ തുടക്കത്തിൽ തന്നെ കാണാം. അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളെ പറ്റി, മുത്തഖീങ്ങളെ പറ്റി പറയുമ്പോൾ അല്ലാഹ് പറയാണ്, നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് അല്പഭാഗം അവർ മറ്റുള്ളവർക്ക് ചെലവഴിക്കും, കൊടുക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വമിൻ അംവാലിഹിം യുൻഫിഖൂൻ എന്നല്ല, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നല്ല, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന് ഒരു ചെറിയ അംശം അവർ കൊടുക്കാൻ തയ്യാറാണ്. സത്യത്തിൽ അല്ലാഹു തആല എത്രയും പറഞ്ഞിട്ടില്ല. 1,00,000 ഉറുപ്പ്യ തന്നാൽ 10,000 എടുക്കുക, 90 കൊടുക്കാന്ന് പറഞ്ഞാലും ഏത് അന്താരാഷ്ട്ര പിശുക്കനും അതിന് പാകപ്പെടുമെങ്കിൽ പടച്ച റബ്ബ് പറഞ്ഞത് അങ്ങനെയല്ല. ചിന്തിക്കാൻ വേണ്ടി പറയാൻ. അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയല്ല. 1,00,000 രൂപ കയ്യിലുള്ളവൻ 90,000 സംഭാവന കൊടുക്കണം എന്നൊരിക്കലും പടച്ചോൻ പറഞ്ഞിട്ടില്ല. നിർബന്ധമായി സ്വതക്കയുടെ കതിറെത്തിയതിന്റെ ശേഷം, സക്കാത്തിന്റെ കതിറെത്തിയതിന്റെ ശേഷം നിർബന്ധമായി കൊടുക്കേണ്ടത് അതിൽ നിന്ന് 2,500 രൂപയാ, അല്ലെ? 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2,500 സക്കാത്തിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ 2.5% എന്നർത്ഥം. 2.5% എന്ന് പറയുമ്പോൾ 2,500 രൂപ. 1,00,000 ഉറുപ്പ്യന്ന് 2,500 രൂപ നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ കുട്ടികളെ കെട്ടിക്കല്, വീടില്ലാത്തവരെ സഹായിക്കല്, ഇതുപോലുള്ള വയലിന്റെ മജ്‌ലിസുകള്, പള്ളി, മദ്രസ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കല്. 7,500 കൂടെ കിടക്കട്ടെ, എല്ലാം കൂടെ ആയിട്ട്. 1,00,000 ഉറുപ്പ്യ കയ്യിലുണ്ടാവുമ്പോ ഒരു 10,000 നിനക്ക് സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നേ പടച്ചോൻ ചോദിച്ചിട്ടുള്ളൂ, അല്ലേ? ഇത്രേ ചോദിച്ചുള്ളൂ. 1,00,000 റബ്ബ് തരുമ്പോ 90,000 പോക്കറ്റിലിട്ട് 10,000
പാവപ്പെട്ടവർക്കും അവകാശികൾക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നു, ചെയ്യുന്നില്ല. അതേസമയം ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾ 90,000 കൊടുത്ത് 10,000 പോക്കറ്റിലിടുന്നു. ഇതിന്റെ അർത്ഥം എന്ത്? ഈ ഗൗരവം പഠിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ ഇത് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? എന്താണ് ഈ പ്രവർത്തനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നത്? നിങ്ങൾ എനിക്കൊരു 1,00,000 തരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അത് നിങ്ങളാണ് എനിക്ക് തന്നതെന്നതാണ്. അതേസമയം പടച്ചോൻ തരുമ്പോ എന്റെ വിശ്വാസം, നിങ്ങളെ വിശ്വാസം ഇത് പടച്ചോനാ തന്നത് എന്നൊക്കെ ഭംഗി വാക്ക് പറയാം. അതൊക്കെ വെറുതെ തൊള്ള ചുരുക്കിന് പറയാം. പിന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടായതാണ്, പടച്ചോൻ തന്നു വെറുതെ ബടായും പറഞ്ഞു നടക്കുക അല്ലെ? അതാണ്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പാകപ്പെടുന്നു അവിടെ പാകപ്പെടുന്നില്ല? ഇവിടെ പാകപ്പെടുന്നത് നിങ്ങൾ തരുമ്പോ എന്റെ വിശ്വാസം നിങ്ങൾ എന്നാ തരുന്നത് എന്നാ. പടച്ചോൻ തരുമ്പോ നമ്മളെ വിശ്വാസം നേരെ തിരിച്ചുവാ. അപ്പൊ സത്യത്തിൽ നമ്മുടെ ഈമാനിനെയാണ്, സ്വതക്ക ചെയ്യാൻ മനസ്സില്ലാത്തവന്റെ ഈമാനിനെയാണ് സത്യത്തിൽ ഇത് ചോദ്യം ചെയ്യുന്നത്. സ്വതക്ക ചെയ്യാൻ മനസ്സില്ലാത്ത മനുഷ്യന്റെ ഈമാനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പടച്ചോനാ തരുന്നതെന്ന ഈമാൻ ആ മനുഷ്യന് ഇല്ല. അതുകൊണ്ടാണ് അയാൾ കൊടുക്കാൻ പാകമാകാത്തത്. പലരും ഉണ്ട്, ഒരു 10 ഉറുപ്യ സംഭാവന കൊടുത്താൽ മൂപ്പർക്ക് വല്ലാത്ത പൊറുതിയടാ, കുടുങ്ങിപ്പോയി വലിയ വിഷമത്തിലാണ്. പൈസ ഉണ്ട്, കളഞ്ഞു പോയാൽ വലിയ സങ്കട, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അല്ലെ. കളഞ്ഞു പോയാൽ, വീണുപോയാൽ ഇതേ രൂപത്തിലാ ചിലർക്ക് സംഭാവന കൊടുത്താൽ അതൊരു നീറ്റല. പിന്നെ ഒരിക്കലും ഉണ്ടാവരുത്. തീപുന്നഫ്സോടുകൂടെ, തെളിഞ്ഞ മനസ്സോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ സംഭാവന നൽകണം. അതാ വേണ്ടത്. തെളിഞ്ഞ മനസ്സോടെ ആയിരിക്കണം സംഭാവന നൽകേണ്ടത്. അള്ളാഹു ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ലട്ടോ, ഇത് ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ചുരുക്കിയത്. വേറെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം. അൽ ബഖറയിൽ മാത്രമല്ല, സൂറത്തുൽ അംഫാലിൽ അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതാ അല്ലാഹു തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞത് ഒന്നും കൂടെ കടുത്ത ഭാഷയിലാ. വമാ ലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വമാ ലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പള്ളിക്ക്, മദ്രസക്ക്, ദീനീ സദസ്സുകൾക്ക്, പാവങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, വീടുണ്ടാക്കാൻ, സാന്ത്വന പ്രവർത്തനങ്ങൾക്ക്, ഇതൊക്കെയല്ലേ സബീലുല്ലാഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കാതിരിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കൂലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് വക്ക് പൊട്ടിയ ന്യായമാണ് പറയാനുള്ളത്? വമാലക്കും, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട്? അല്ലാ തുൻഫിഖൂ, ചെലവാക്കാതിരിക്കാൻ, ഫീ സബീലില്ലാഹ്, പടച്ചോന്റെ മാർഗത്തിൽ ചെലവാക്കാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമുണ്ട്? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമികളിലുള്ള മുഴുവൻ സമ്പത്തിന്റെയും മീറാസ്, അനന്തരാവകാശം പടച്ച റബ്ബിനാണെങ്കിൽ, ഇതൊക്കെ പടച്ചോന്റേതാണെങ്കിൽ ഈ ആകാശഭൂമികൾക്ക് ഒരൊറ്റ ഓണറേ ഉള്ളൂ. സാക്ഷാൽ ഓണർ അല്ലാഹുവാണ്. സാക്ഷാൽ മുതലാളി, ഉടമ അല്ലാഹുവാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ ഇത് കൊടുക്കാതിരിക്കുന്നതിൽ എന്താർത്ഥമുള്ളത്? പടച്ചോങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചത് അവിടേക്ക് കൊടുക്ക്, ഇവിടേക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. നിങ്ങളതാണോ അത്? അല്ല, പടച്ചോന്റെതൊക്കെയാണ്. ഇതൊക്കെ അള്ളാന്റേതാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതിൽ എന്താർത്ഥമുള്ളത്? ഇതൊക്കെ പടച്ചോന് കിട്ടൂലേ? ശരിയാ, നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടെ കാണുന്ന തോട്ടങ്ങളും ബിസിനസ്സുകളും ബിൽഡിങ്ങുകളും വരുമാനങ്ങളും എല്ലാം പടച്ചോന്റെ മീറാസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം എന്താ? കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാരും നശിക്കും. ആരൊഴികെ? പടച്ചറബൊഴികെ. ബാക്കിയുള്ളവരൊക്കെ നശിക്കും. അപ്പൊ പിന്നെ അവസാനം ഭൂമിക്ക് ഒരൊറ്റ ഓണർഷിപ്പേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഒറ്റ ഓണർഷിപ്പേ ഉണ്ടാവുള്ളൂ, അത് അള്ളാഹുവിനാ. ഇത് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പടച്ചോന്, ഇത് അവസാനം പടച്ചോന് തന്നെയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചാൽ എന്റെ കുട്ടികൾക്കും മക്കളും കിട്ടൂലേ എന്ന്. നിന്റെ കുട്ടികളും മക്കളും, നീ മരിച്ചാൽ ആ കുട്ടികളും മക്കളും കാലാകാലത്ത് കൂടെ ഉപയോഗിക്കുമോ? പിന്നെ ഓലും പോവാണ്.
പിന്നെ കിട്ടിയോലും പോവാണ്. ലാസ്റ്റ് എല്ലാവരും മരിച്ചിട്ട് അവസാനം അള്ളാഹുവിന് വരും. അപ്പൊ നീ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ ഒക്കെ പടച്ചോന്റെ അക്കൗണ്ടിലേക്ക് ഇത് വരും. അത് വിചാരിച്ച് പടച്ചോന് കിട്ടിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും കൊടുക്കാതൊക്കെ ഉണ്ടാകും. വലില്ലാഹി മിറാസു സമാവാതി വൽ അർദ്. ഒക്കെ അള്ളാഹ്ക്ക് കിട്ടാനുള്ളതാണ്. പക്ഷേ കൊടുത്തിട്ട് നീ കൊടുത്തിട്ട് പടച്ചോന് കിട്ടുകയാണെങ്കിൽ, നീ കൊടുത്തിട്ട് പടച്ചോന് കിട്ടുകയാണെങ്കിൽ, പടച്ചോന് കിട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹിന്റെ സബീലിൽ ചെലവഴിക്കാൻ, അതുകൊണ്ട് നിനക്ക് നേട്ടം ഉണ്ടാകും. നീ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പടച്ചോന് കിട്ടും. പക്ഷെ നീ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് നേട്ടമുണ്ട്. ഇതാ പറഞ്ഞത്. ഏതൊരാളും പാകപ്പെടൂലേ? അള്ളാഹുവിന്റെ ഈ ശൈലിയൊക്കെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് എത്ര സുന്ദരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹദീദിന്റെ 10-ാം വചനം എത്ര ഹൃദ്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അത്. ഇനി ചെലവാക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഖൈറായ മാർഗത്തിൽ ചെലവാക്കുന്നതിന് തടസ്സം നിൽക്കൽ മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്, കാഫിരീങ്ങളുടെ ലക്ഷണമാണ്. തന്നെ നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് തടസ്സം നിൽക്കൽ, അങ്ങോട്ട് കൊടുക്കണ്ട അങ്ങോട്ട് കൊടുക്കണ്ട, അല്ലേ? അങ്ങനെ പറഞ്ഞു നടക്കുന്ന ചിലരുണ്ട്. മർക്കസിന് പിരിവ് കൊടുക്കണ്ട, ആ യതീംഖാനക്ക് കൊടുക്കണ്ട, ഇപ്പുറത്തുള്ള അഗതി മന്ദിരത്തിന് കൊടുക്കണ്ട. സുഹൃത്തെ, അതൊന്നും പറയണ്ടട്ടോ. നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചവരാവൂല. ഏതെങ്കിലും സാധുക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിത്നയും ഫസാദും പറഞ്ഞത് മുടക്കണ്ട. കാരണം പാവപ്പെട്ട മുതഅല്ലിമീങ്ങളുടെ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചെലവ് മുടക്കുക എന്നത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. മുനാഫിഖീങ്ങൾ അന്ന് മദീനത്തെടുത്ത പദ്ധതിയാണിത്. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫളൂ. നബിയെ, ആ മുനാഫിക്കീങ്ങൾ പറയാണ്. ഇവർ രഹസ്യമായി യോഗം കൂടി പറഞ്ഞു. മുനാഫിക്കീങ്ങൾ രഹസ്യമായി യോഗം കൂടിയിട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ അൻസാരികൾ, മക്കത്തുള്ള മദീനത്തുള്ള അൻസാരികളെ കൂട്ടുപിടിച്ചുവർ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ വിദേശികളായ മുഹാജിറുകളെ ഹിജ്റ വന്ന് മക്കത്ത് നിന്ന് കടന്നു വന്ന ഇവരെ നമ്മൾ തീറ്റിപ്പോറ്റിയിട്ടാ ഇവരിങ്ങനെ പൊങ്ങുന്നത്. എന്തിനാ അതിന്റെ ആവശ്യം? അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഒരു സമരക്കളത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം മുഹാജിറുകൾക്ക് കൊടുത്ത് അൻസാറുകൾക്ക് ഗനീമത്ത് സ്വത്ത് കൊടുക്കണ്ട, മുഹാജിറുകൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തപ്പോഴാണ് മുനാഫിക്കീങ്ങൾ പണിയെടുത്തത്. നമ്മളൊക്കെ തീറ്റിപ്പോറ്റിയിട്ടല്ലേ ഇവരിങ്ങോട്ടെത്തിയത്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ മുഹമ്മദ് ചെയ്തത്? സ്വന്തക്കാർക്ക് മാത്രം കൊടുത്തു. അതുകൊണ്ട് റസൂലുള്ളാന്റെ അടുത്തുള്ള ആളുകൾ, ആ ഓതിപ്പടിക്കുന്ന മദീനത്തെ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സുഫത്തിന്റെ അഹ്ലുകാരാണ് ഈ ദീൻ വളരാനുള്ള കാരണം. അതുകൊണ്ട് ഈ ദീൻ പൊളിക്കണോ? മുനാഫിക്കീങ്ങൾക്ക് ഇത് പൊളിക്കലാ ലക്ഷ്യം. അവര് പറയാണ്, അള്ളാന്റെ റസൂലിന്റെ അടുത്തുള്ള അവർക്ക് നമ്മളിനി ചെലവ് കൊടുക്കരുത്. ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഓതിപ്പടിക്കുന്നവർക്ക് ഇനി നമ്മൾ ചെലവ് കൊടുക്കരുത്. എന്തിനാ കൊടുക്കാതിരിക്കുന്നത്? ഹത്താ യൻഫളൂ. വിശന്ന് നിൽക്കാൻ കഴിയൂല, വിശപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോ ഹത്താ യൻഫളൂ, അവർ മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും. നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവട്ടെ. ഹത്താ യൻഫളൂ. വിദേശികളായി ഇവർക്ക് നമ്മൾ ചെലവ് കൊടുക്കരുത് എന്ന് നബിയെ ഇവർ പറയുന്നു. എന്നാൽ ഇവരാലോചിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇവര് ചെലവ് മുടക്കിയിട്ടുണ്ടോ ദീൻ തളരുന്ന്? ചെലവ് മുടക്കിയിട്ട് ദീൻ തകരുകയാണെങ്കിൽ, ചെലവ് മുടക്കിയിട്ട് ദർസ് സമ്പ്രദായങ്ങൾ ഇല്ലാതെയാവുകയാണെങ്കിൽ, അതൊക്കെ ഒരു കാലത്ത് ഇവിടെ ആവേണ്ടിയിരുന്നു. ഉണ്ടായിട്ടില്ല കൂട്ടുകാരെ. അപ്പം ശരിയാത്ത് കോളേജുകൾ വരും, അതേ നല്ല നല്ല ഇൽമിന്റെ സ്ഥാപനങ്ങൾ വരും, പഠിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെയും വർദ്ധിക്കും. കാരണം വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവ് മുഴുവനും റബ്ബിന്റെ കൈവശത്തിലാ ഉള്ളതെങ്കിൽ ഇവര് ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് നബിയെ ദീന് തകരോ? ഇൽമ് നശിക്കോ? ഇല്ലല്ലോ. പക്ഷേ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, കപട വിശ്വാസികൾ കാര്യബോധമുള്ളവരല്ല, അവര് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. അവര് വിചാരിച്ചത് ഇതൊക്കെ ഞങ്ങളെ നക്കാപിച്ചുകൊണ്ടാ നടന്നു പോകുന്നതെന്നാണ്.
അല്ല, ഇതൊക്കെ നടത്തുന്നത് അല്ലാഹുവാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, നല്ല കാര്യത്തിന് ആരെങ്കിലും പണം കൊടുക്കുമ്പോ അത് തടയാനും മുടക്കാനും ചെല്ലുന്നത് മുനാഫിഖീങ്ങളുടെയും കാഫിരീങ്ങളുടെയും സ്വഭാവമാണ്. മുനാഫിഖീങ്ങളുടേതാണെന്ന് സൂറത്തുൽ മുനാഫിഖൂനയിൽ നിന്ന് ഈ വാക്കിൽ നിന്ന് കഴിഞ്ഞു. ഇനി സത്യനിഷേധികളുടെയും അവസ്ഥ അത് തന്നെയാണോ? സൂറത്തു യാസീൻ, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്. സത്യനിഷേധികളോട് അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ ചെലവാക്കണം. കണ്ടോ, അവിടെയും പറഞ്ഞത് എങ്ങനെയാ? മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ. സത്യനിഷേധികൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവർ പറയും, അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അതുഅമഹു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈ പറയുന്നത്? അല്ലാഹു ഉദ്ദേശിച്ചാൽ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു ടീമിന് ഞങ്ങൾ എന്തിനു ഭക്ഷണം കൊടുക്കണം? അനുതുഇമു, ഞങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ? മൻ, ഒരുത്തർക്ക്, ലൗ യശാഉല്ലാഹു അത്അമ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന് ഭക്ഷണം കൊടുക്കും എന്ന് പറയുന്നവർക്ക് ഞങ്ങൾ എന്തിനാ പിന്നെ ഭക്ഷണം കൊടുക്കുന്നത്? ഇന്നംതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. തീർച്ചയായിട്ടും ഇതൊക്കെ പറയുന്ന നിങ്ങൾ വലിയ വിടുവായിത്തമാ പറയുന്നത്. ഏറ്റവും വലിയ വഴികേടിലാ നിങ്ങളുള്ളത്. അന്തല്ലാത്തവരാ, നേരം വെളുക്കാത്തവരാ നിങ്ങള്. കണ്ടോ നിങ്ങള്? അപ്പൊ ഈമാനുള്ള മനുഷ്യർക്ക് മാത്രമേ അല്ലാഹുവാണ് എനിക്ക് മുതൽ തന്നതെന്നും അവൻ പറഞ്ഞ സ്ഥലത്തത് ചെലവഴിക്കണം എന്നും ബോധമുണ്ടാവുകയുള്ളൂ. ചെലവാക്കുന്നത്, സ്വതക്ക ചെയ്യുന്നത്, നമ്മളെ സമ്പത്തിൽ നിന്നൊരൽപ്പം നമ്മൾ സ്വതക്ക ചെയ്യണം. ആ സ്വതക്ക കൊടുക്കുന്നത് തീർത്തും നല്ല മനസ്സോടെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇടുങ്ങിയ മനസ്സോടെ ആവരുത്, സംതൃപ്തിയോടെ കൊടുക്കണം. അപ്പോഴേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പറയുന്ന ഈ അർശിന്റെ തണലൊക്കെ കിട്ടാൻ കാരണമാകൂ. തീപുൻ നഫ്സോടുകൂടെ കൊടുക്കണം, ലീഖുൻ നഫ്സോടുകൂടെ കൊടുക്കരുത്. ഇടുങ്ങിയ മനസ്സാവരുത്, നല്ല സന്തോഷമുള്ള മനസ്സാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുനാഫിക്കീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് അവരുടെ സ്വഭാവം എന്താണ്. മുനാഫിക്കീങ്ങളെ സ്വഭാവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞു, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. നിസ്കരിക്കാൻ വരുമ്പോ അറക്കാം പോത്തിനെ തൊഴുത്തിലേക്ക്, കശാപ്പുശാലയിലേക്ക് കൊണ്ടുപോകും പോലെയാണ് ഇവരെ നിസ്കരിക്കാൻ പള്ളിക്ക് കിട്ടുക. വലാ യഅ്തൂന സ്വല, അവർ നിസ്കരിക്കാൻ വരൂല, ഇല്ലാ വഹും കുസാല, മടിയന്മാരായിട്ടല്ലാതെ. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനുൽ മുനാഫിഖ് ലഅനത്തുല്ലാഹി അലൈഹി മുനാഫിഖീങ്ങളുടെ ഹെഡാണ്. ഇവൻ സുബഹി നിസ്കരിക്കാൻ ഒന്നാം സഫിലുണ്ടാവുമായിരുന്നു. സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ഒന്നാം സഫിലുണ്ടാവും, അതിനൊന്നൊരു കുറവില്ലായിരുന്നു. അതല്ല ഈമാൻ എന്ന് പറഞ്ഞ സംഭവം. ഈമാൻ എന്ന് പറഞ്ഞത് അള്ളാഹിനെ പറ്റി റസൂലുള്ളാഹിനെ പറ്റിയുള്ള മതിപ്പാണ്. സുബഹിക്ക് പള്ളിയിലെത്തലല്ല, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കലല്ല. അങ്ങനെയൊക്കെ ഒരു ടീമുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോലും നിസ്കരിക്കും, പക്ഷെ റസൂലുള്ളാഹിനെ പറ്റി ഒരു മതിപ്പുണ്ടാവില്ല. അള്ളാഹിന്റെ റസൂലിനെ പറ്റി 5 കാശിന്റെ മതിപ്പും കൂറില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന് റെഡിയാണ്. കാരണം അവരെ ഇബ്ലീസ് പേപ്പിക്കാൻ നടക്കൂല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്ര റെഡി ആയത് ഇവർക്ക്, അല്ലെ? ഇത്ര റെഡിനെസ് ഇതെന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇബ്ലീസ് പേപ്പിക്കാൻ ഒപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം ഇവരിപ്പം നിസ്കരിച്ചാലും ഒന്നും കിട്ടാനില്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു അധ്വാനം വെറുതെ അവരുടെ ശരീരത്തിനൊരു മുടക്ക് മാത്രമാണത്. അത് നടന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോമിനീങ്ങളായ നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. പക്ഷെ ഈമാൻ വേണം. ഈമാനില്ലാതെ ഒരു പണി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ മോമിനീങ്ങള് അല്ല മുനാഫിക്കീങ്ങൾ നിസ്കരിക്കാൻ വന്നിരുന്നു. അവർ നിസ്കരിച്ചിരുന്നു, പക്ഷെ ഇല്ലാവഹും കുസാല, മടിയന്മാരായിട്ട് അവർ നിസ്കരിക്കാൻ വരിക. ഇഷ്ടണ്ടായിട്ടല്ല, പൂതിണ്ടായിട്ടല്ല, പക്ഷെ മാപ്പിളാരെ കൂട്ടത്തിൽ എണ്ണിക്കിട്ടാൻ വേണ്ടി വരിക. പ്രത്യക്ഷത്തിൽ മാപ്പിള എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ എണ്ണിക്കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരികയാണ്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. നിർബന്ധ സാഹചര്യത്തിൽ വല്ലതും സംഭാവന കൊടുക്കുകയാണെങ്കിൽ ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കുമ്പോൾ ഇല്ലാ വഹും കാരിഹൂൻ, ശക്തമായ വെറുപ്പോടെയാണ് അവർ ചെലവാക്കുക. വെറുത്താ കൊടുക്കുക. മൂല്യര് ചോദിച്ചു, എങ്ങനെയാ കൊടുക്കാതെക്കണത്? ആ നിലക്കാ കൊണ്ടേ കൊടുക്കുന്നത്. മനസ്സറിഞ്ഞല്ല,
അത് പറ്റൂല. ത്വയ്യിബുൻ നഫ്സോട് കൂടിയായിരിക്കണം കൊടുക്കേണ്ടത്. ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ ബഖീരി വൽ മുൻഫിഖി കമസലി റജുലൈനി അലൈഹിമാ ജുബ്ബതാനി മിൻ ഹദീദിൻ മിൻ ലദുൻ സദിയൈഹിമാ ഇലാ തറാഖീഹിമാ ഫഅമ്മൽ മുനാഫിഖു ഫലാ യുൻഫിഖു ശൈഅൻ ഇല്ലാ മാത്തത് അലാ ജിൽദിഹി ഹത്താ തുജിന്ന ബനാനഹു വതഅഫു വാസറഹു വഅമ്മൽ ബഖീലു ഫലാ യുരീദു യുൻഫിഖു ഇല്ലാ ലസിമത് കുല്ലു ഹൽഖത്തിൻ മൗദിഅഹാ ഫഹുവ യുവസ്സിഉഹാ ഫലാ തത്തസിഉ സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരെ, ബഖീലായ മനുഷ്യനും ഉദാരനായ മനുഷ്യനും പറഞ്ഞ ഉദാഹരണം എന്ത്? നല്ല മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ ചെലവാക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയാണ്. അയാൾക്ക് ചെലവാക്കുന്നുള്ളതല്ല അയാളുടെ പ്രത്യേകത, അയാൾക്ക് ചെലവാക്കുന്നത് നല്ല ഇഷ്ടാണ്. അപ്പൊ പൂർണ്ണ സംതൃപ്തിയോടെ കൊടുക്കുന്ന മനുഷ്യനും അതേസമയം നിർബന്ധിത സാഹചര്യത്തിൽ കൊടുക്കുന്ന ബഖീലും, രണ്ടുപേരുടെയും ഉദാഹരണം നബി തങ്ങൾ പറയാണ്, രണ്ടാളുകളെ പോലെയാണ്. അവരുടെ രണ്ടാളുടെയും ശരീരത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ടൊരു കുപ്പായം അങ്ങനെ അടിച്ചിട്ട് അവരുടെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ട്. എവിടെ? മില്ലതുൻ സദിയൈഹിമായിലാ തറാഖിഹിം, അവരുടെ മാറിടങ്ങൾ തൊട്ട്, അവരുടെ മാറിടം തൊട്ട്, മുലയുടെ ഭാഗം തൊട്ട് മുകളിലേക്ക് അവരുടെ ഹൽക്ക് വരെ, തൊണ്ടൻകുഴി വരെ നീണ്ടു നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടൊക്കെ ധരിക്കുമ്പോൾ, ഓവർ കോട്ടൊക്കെ ധരിക്കുമ്പോൾ ഉള്ളതുപോലെ മറ്റുള്ള ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇവിടെ മാത്രം ഇങ്ങനെ കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു, പിന്നെ ഇവിടെയും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഷർട്ട്, ഒരു ജുബ്ബ അവൻ ധരിച്ചു എന്ന് ചിന്തിക്കുക. ആ ജുബ്ബ എന്ത് ചെയ്യാണ്? അത്രയേ ഉള്ളൂ. ഇതിലാണ്, ഇത് ധരിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്നത്. ആ മനുഷ്യനോടാണ് ഈ ഉദാരനായ സംഭാവനക്കാരനെയും അതുപോലെ തന്നെ ബഖീലായ സംഭാവനക്കാരനെയും അല്ലാഹു ഉപമിപ്പിക്കുന്നത്, റസൂലുള്ളാഹി ഉപമിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅമ്മൽ മുൻഫിഖു ഫലാ യുൻഫിഖു ശൈഅൻ ഇല്ലാ മാദ്ദത അലാ ജിൽദിഹി ഹത്താ തുജിന്ന ബനാനഹു വതഅഫു വാസറ. നല്ല മനസ്സോടെ ചെലവാക്കുന്ന ആള് ചെലവാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ ഇടുങ്ങി നിൽക്കുന്ന ഈ ഷർട്ട് അത് നല്ല ഫിറ്റാ, ടൈറ്റ് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. ഈ സാധനം കൊണ്ട് അയഞ്ഞിട്ട് അവരുടെ ശരീരത്തിൽ മൊത്തം അത് തൂങ്ങി ഇങ്ങനെ വരും. എന്നിട്ട് നടക്കുന്ന കാൽപ്പാടുകൾ പോലും മാഴിച്ചു കളയുന്ന വിധം വലിച്ചഴച്ച് നടക്കാൻ മാത്രം ലൂസായിട്ട് അയാൾക്ക് ആ കുപ്പായത്തിൽ സഞ്ചരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആ കുപ്പായം കൊണ്ട് അയാൾക്കൊരു വിഷമം ഉണ്ടാവില്ല, ലൂസ് കുപ്പായായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിൽ ആ കുപ്പായിട്ടിട്ട് അയാൾ ഇങ്ങനെ നിൽക്കും. അതേസമയം ബഖീലായ മനുഷ്യൻ ചെലവാക്കാൻ ഉദ്ദേശിക്കുമ്പോഴോ ഈ കുപ്പായം, സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇല്ലാ ലസിഖത്ത് കുല്ലു ഹൽഖത്തിൻ മൗദിഅഹ, ഈ കുപ്പായത്തിന്റെ ഓരോ ബട്ടണുകളും അതിന്റെ സ്ഥലത്തേക്ക് കണ്ട് പതിയും, ഒട്ടിപ്പിടിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ ടൈറ്റ് ഫിറ്റ് ആണ്, പിന്നെ അതൊന്നും കൂടി മുറുകും. എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാനസികാവസ്ഥയാണ് റസൂലുള്ളാഹി പറയുന്നത്. മനസ്സും കെട്ടും കൂടുതലുണ്ട് സങ്കീർണമാവും. കൊടുക്കാൻ നേരത്തെ 10 റുപ്യ എടുത്തിട്ട് അങ്ങനെണ്ടാവും, ബെൽറ്റിൽ നോക്കിട്ട് വലിച്ചാൽ എത്ര വലിച്ചാലും ഏറ്റവും ചെറിയ നോട്ടേ കിട്ടുള്ളൂ, അല്ലെ? ഏറ്റവും ചെറിയ നോട്ടേ വലിച്ചാൽ കിട്ടുള്ളൂ. അപ്പൊ എന്താ ഇതന്നെ കൊടുക്കുന്നത് വലിയ വിഷമത്തോടു കൂടിയാണ്. അപ്പൊ ഇയാള് ഓരോന്നും അയാളുടെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് ഒട്ടിയിട്ട് ഇങ്ങോട്ട് കുടുങ്ങി ശ്വാസം മുട്ടുകയാണ്. കാരണം കഴുത്തിലെ ബട്ടണൊക്കെ അങ്ങോട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടും. അപ്പൊ അയാൾ കഴുത്തിൽ കൈയിട്ടിട്ട് ഇത് വിശാലാക്കാൻ ശ്രമിക്കുക, ശ്വാസം അയക്കാൻ പറ്റാത്തത് കൊണ്ട് പല തത്തസ്യ എന്ത് കളി കളിച്ചിട്ട് ഈ കുപ്പായ അല്പം അയഞ്ഞു കിട്ടൂല, അങ്ങനെ ശ്വാസം മുട്ടി മരിക്കാനാകും ഈ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ചിലര് 10 റുപ്യ കൊടുക്കുമ്പോ അങ്ങനെയാണ്, ഒന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. മറ്റോൽക്കോ ഒരു പ്രയാസമില്ല, വളരെ സന്തോഷത്തോടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര നല്ല ഉദാഹരണമാണ് സത്യത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും സംഭാവന കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. സംഭാവന കൊടുക്കുന്ന മനുഷ്യൻ അവന് നഷ്ടങ്ങളൊന്നും വരാനില്ല.
അവനെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സംഭാവന കൊടുക്കുന്ന മനുഷ്യന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താ മലക്കുകൾ പ്രാർത്ഥിക്കുക എന്നറിയോ? സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് വേണ്ടി 2 മലക്കുകളെ അല്ലാഹു നിർത്തുകയാണ് ആകാശലോകത്ത്. എന്തേ? സംഭാവന കൊടുക്കുന്നവൻ കൊടുക്കുമ്പോ അല്ലാഹുമ്മ അഴ്തി മുംഫികൻ ഖലഫാ, അല്ലാഹുവേ കൊടുക്കുന്നവന് നീ പകരം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്നു. മറ്റൊരാള് അയാളെ അള്ള ഏൽപ്പിച്ചത് മറ്റൊരു മലക്കിനെ ഏൽപ്പിച്ചത് ബഖീലായ മനുഷ്യൻ ബഖുൽ കാണിച്ചിട്ട് പിശുക്ക് കാണിച്ചിട്ട് കൊടുക്കാതിരിക്കുമ്പോ ഇപ്പുറത്തുനിന്ന് ദുആ ചെയ്യാണ് അല്ലാഹുമ്മ അഴ്തി മുംസികൻ തലഫാ, പടച്ചോനെ പണം ചെലവാക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനില്ലേ, പിടിച്ചു വെക്കുന്നവനില്ലേ, ഭാര്യക്ക് മര്യാദക്ക് ഡ്രസ്സ് നൽകില്ല, ഭക്ഷണം നൽകില്ല, കുടുംബത്തിൽ പണം ചെലവാക്കൂല, നാട്ടിൽ ചെലവാക്കൂല, ദീനീരംഗത്ത് ചെലവാക്കൂല, കെട്ടിപ്പൂട്ടി വെക്കുക. എന്നിട്ട് എന്തിനാത്? ഇത് ഇയാൾ കൊണ്ടുപോകുക, മഹ്ശറിലേക്ക് കൊണ്ടുപോകോ സഹോദരാ? ഇല്ല. ഇയാൾക്ക് മഹ്ശറിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. ഒരിക്കലും അയാള് ഖബറിലേക്ക് ഇത് കൊണ്ടുപോകൂല, കഫം പുടവയിൽ കെട്ടിക്കൊണ്ടു പോവുകയില്ല. ഈ പൈസയൊന്നും അയാൾ കൊണ്ടുപോകൂല. പിന്നെന്തിനാ അയാൾ ഈ കാണിക്കുന്നത്? പണത്തോടുള്ള ആർത്തി കൊണ്ട് തന്നെ, പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെലവാക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയുന്നു, നിങ്ങള് നല്ല മനസ്സോടെ ചെലവാക്കണം. നല്ല മനസ്സോടെ ചെലവാക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും ശ്രമിക്കണം. എങ്കിലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. നല്ല മനസ്സോടെ ചെലവാക്കണം, നല്ല വഴിയിൽ ചെലവാക്കണം, ഇഷ്ടമുള്ളത് കൊടുക്കണം. ആർക്കും വേണ്ടാത്തത് കൊടുക്കുക, അത് വേണ്ട. അതൊരു നല്ല സ്വഭാവമല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുമ്പോഴേ പുണ്യം കിട്ടൂ. അല്ലാഹു പറഞ്ഞു, ലൻ തനാലുൽ ബിർറ, പുണ്യം കിട്ടുന്നതല്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ. നമുക്ക് അങ്ങനെ ഉണ്ട്, ചിലർക്കൊരു സ്വഭാവം അങ്ങനെ ഉണ്ട്. ഏത്? കൊടുക്കും, പക്ഷെ ഏത്? വീട്ടിലെ പഴയ സാധനം മാത്രം. പഴയത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട, പഴയത് കൊടുക്കാൻ പാടില്ല എന്നല്ലതിന്റെ അർത്ഥം കേട്ടോ. ആ പഴയത് പൊന്നുപോലെ കരുതി ഉപയോഗിക്കുന്നവരും അത് കിട്ടിയാൽ സന്തോഷമുള്ളവരുണ്ട്, അവർക്ക് എടുത്തു കൊടുക്കാം. എന്നാൽ ചില ആളുകളുണ്ട്, ചില വീട്ടിലുണ്ട്, ചില ഉമ്മാര് പഠിച്ചവനെ പഴയതും ആർക്കും കൊടുക്കൂല. പഴയതും ആർക്കും കൊടുക്കൂല. ആ പഴയ ഡ്രസ്സ് കിട്ടിയാൽ മലയോളം സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും, അതുപോലും എടുത്തു കൊടുക്കാതെ. ഞാൻ പറയുന്നു, ഇത്തരം തള്ളാർക്കൊക്കെ സിറാത്ത് പാലം കടക്കണമെങ്കിൽ കുറച്ച് വിഷമം ഉണ്ടാവും. ഒന്നും കരുതി പോണ്ട. ചില വീടുകളിൽ പലപ്പോഴും അത് മരുമക്കൾ കൊടുക്കണം എന്ന് കരുതിയാലും ഉമ്മാര് ചിലപ്പോ തടയും. എന്നിട്ട് എന്തിനാതുമ്മ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? എന്തിനാന്നൊന്നും അറിയില്ല. ഉമ്മാന്റെ അടുത്തൊരു 25 കൂട്ടമുണ്ട്. 25 കൂട്ടമുണ്ട്. ആ ഉമ്മ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, പഴയതാ. എന്നാ ഉപയോഗിക്കാൻ ഇതൊക്കെ ഉമ്മ പുതിയത് കിട്ടുമ്പോ അങ്ങനെ മാറ്റിവെക്കുന്നതാ. സഹോദരിമാരെ, നിങ്ങളും പലരും അങ്ങനെ ഉണ്ട്, മാറ്റിവെച്ചിരിക്കുകയാണ്, ഉപയോഗിക്കാറില്ല. എന്നാൽ നിങ്ങളുടെ ഈ പഴയത് കിട്ടിയാൽ പുതിയതിനേക്കാൾ മഹത്വത്തിൽ അത് സ്വീകരിക്കാൻ താല്പര്യമുള്ള സാധുക്കളുണ്ട്, കൊടുത്തൂടെ? കൊടുക്കൂല. അപ്പൊ അങ്ങനെയായി പോകരുത്. അതും കൂടെ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് മഹാബുഹലിന്റെ ലക്ഷണമാണ്. മഹാബുഹലിന്റെ ലക്ഷണം അങ്ങേറ്റത്തെ പിശുക്കനാണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ പിശുക്കത്തിയാണ്. ഇത് പഴയതും ആർക്കും കൊടുക്കൂല. എന്നിട്ട് ഇത് പൂച്ച കുട്ടികളെ കൊണ്ടു നടക്കുന്നത് പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഒരു ഉപയോഗത്തിനത് പറ്റൂല, എന്നാലും ഇങ്ങനെ കൊണ്ടു നടക്കും. ഈ പഴയ ജനൽ കട്ടിലകള്, വാതിൽ കട്ടിലകള്, വാതിലുകള്, ജനലുകള്, ഇതൊക്കെ എന്തിനാ? ഒന്നുകിൽ വിൽക്കുക, ഇല്ല. എന്നാൽ ആർക്കെങ്കിലും കൊടുക്കൂല. പിന്നെ എന്തിനാ അതിങ്ങനെ അട്ടിക്ക് വെച്ചത്? അതിങ്ങനെ കാണുമ്പോ ഒരു സന്തോഷ, അട്ടിക്ക് വെച്ചിരിക്കുകയാണ്. ഇത് കിട്ടിയാൽ എത്ര ആളുകൾക്ക് സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് അതല്ല. നിങ്ങൾ പഴയത് മാത്രം കൊടുക്കുന്നവരാവരുത്. കാരണം നിങ്ങൾക്കിഷ്ടപ്പെട്ടത് സാധുക്കൾക്ക് കൊടുക്കണം, അപ്പോഴേ പുണ്യം നേടാൻ പറ്റൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശീലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പുതിയതും കൊടുക്കണം, ഇഷ്ടമുള്ളതും കൊടുക്കണം. പഴയത് തന്നെ കൊടുത്ത് ശീലിച്ചാ പോരാ. സ്വതക്ക ചെയ്യുന്ന രംഗത്ത് കൂട്ടത്തിലൊരു കാര്യം പറയുന്നു. നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ അസ്മാഉൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങൾ അതിവിടെ ഉണ്ട്, എല്ലാവരും കൈപ്പറ്റണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വതക്കയുടെ മഹത്വം. ഹദീസുകളിലേക്കൊന്നും ഞാൻ കടന്നു വന്നിട്ടില്ല, പിന്നെ ചെലവാക്കണം. എവിടെയാ ചെലവാക്കേണ്ടത്? നല്ല മാർഗത്തില്. ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ നമ്മൾ പണം ചെലവാക്കിയാൽ അത് നമുക്ക് നാശമായി മാറും. ഏത്? പാടില്ലാത്തതിൽ പണം ചെലവാക്കിയാൽ. മസലുമായും ഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗമിൻ വലമു അൻഫുസഹും ഫഅഹ്ലകതുഹു വമാ ളലമഹുമുല്ലാഹു വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. തീർച്ചയായും കാളപ്പൂട്ട് മത്സരത്തിലേക്ക് പണമെറിയുന്നവരുണ്ട്, ഗാനമേളക്ക് പണമെറിയുന്നവരുണ്ട്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾക്ക് മാത്രം കൊടുക്കുന്നവരുണ്ട്, നല്ലതിനൊന്നും കൊടുക്കൂല. ഞാൻ പറയുന്നു, പടച്ചോൻ വിലക്കിയ സംഗതികൾക്ക് കൊടുക്കരുത്. കാരണം എന്താണ്? ഒരു ശക്തമായ മഴ വന്ന് ഒരു ടീമിന്റെ കൃഷി മുഴുവനും നശിപ്പിച്ച് കളഞ്ഞാൽ ആ മഴ കൊണ്ട് അവർക്ക് ദുൽമാണുണ്ടായത്, അക്രമമാണ്, നാശമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നല്ല പോലെ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ശരിക്കും ഓർമ്മയുണ്ടായി പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് കേട്ടോ. വേണ്ടാത്തരത്തിന് പണമെറിയണ്ട. മഴ കൊണ്ട് നേട്ടം കിട്ടാറുണ്ട് കൃഷിക്ക്, പക്ഷേ മഴ കൊണ്ട് കൃഷിക്ക് ദോഷമായി പോയില്ലേ എന്ന് ദോഷവും ഉണ്ടാവാറുണ്ട്. ഇതേ രൂപത്തിലാണ് സ്വതക്ക കൊണ്ട് കാര്യമാണ്, പക്ഷേ ചെലവാക്കുന്നത് മോശപ്പെട്ട വഴിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാശമായി തീരുന്നതാണ്. രഹസ്യമായും പരസ്യമായും കൊടുക്കണം. സന്തോഷഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലും കൊടുക്കണം. തൊട്ടടുത്ത കുടുംബക്കാർക്ക് കൂടുതൽ കൊടുക്കണം. ഒക്കെ പറയണമെന്ന് കരുതിയ ഭാഗങ്ങളാ, പക്ഷെ ഇനി പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 10 മണിക്കെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ പ്രഭാഷണം നിർത്തും. നേരത്തെ കുറച്ച് വൈകിയാ തുടങ്ങിയത് എന്നതുകൊണ്ട് വൈകി നിർത്തുന്നില്ല. 10 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കും. ഒരു 1/4 മണിക്കൂറേ വൈകൂ, അതിലധികം വൈകൂല. അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കണം. ചില ആളുകളുണ്ട് നാട്ടിലിങ്ങനെ നടന്നിട്ട് മൂപ്പരാളായി കൊടുക്കും. ഞാൻ പറയുന്നു, ഇത് ഇസ്ലാമിക രീതിക്കെതിരാ. എന്ത്? അവിടെ 2 ലക്ഷം, മറ്റോടത്ത് 2 കോടി കൊടുത്തോലോ, അപ്പുറത്ത് 10 ലക്ഷം കൊടുത്തോലോ. അങ്ങനെ ആരാത് കേൾക്കുന്നത്? തന്റെ മകൻ ഇങ്ങനെ കൊടുത്തോലോ എന്ന് കേൾക്കുന്നത്. കൊതുക് കടിച്ചിട്ട് അത് പ്രതിരോധിക്കാൻ ഒരു കൊതുക് വല പോലുമില്ലാതെ ഒരു ഇടുങ്ങിയ വീട്ടില് ഒരു ഫാനിന്റെ കാറ്റ് പോലും കൊള്ളാൻ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്ത രൂപത്തില് കഴിയുന്ന മാതാപിതാക്കളാ കേൾക്കുന്നത്. തന്റെ മുതലാളിയായ മകൻ അവിടെ ലക്ഷങ്ങൾ കൊടുത്തു, അവിടെ കോടികൾ കൊടുത്തു എന്ന് കേൾക്കുന്നത്. ആ മാതാപിതാക്കൾക്ക് ഒരു കൊതുക് വല പോലും ഇവൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്ത് ദുൽമാണിത്? ഇത് ദീനാണെന്ന് കരുതി നടക്കുകയാണോ? സ്വന്തം മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു, ജ്യേഷ്ഠാനുജന്മാർ കഷ്ടപ്പെടുന്നു, പെങ്ങന്മാർ കഷ്ടപ്പെടുന്നു. പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക കൊണ്ട് കൽപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ പറയാണ്, നബിതങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ ഫഖാമ റജുലുൻ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻദി ദീനാർ, നബി എന്റെ അടുത്ത് 1 ഉറുപ്പിയുണ്ട്, ഞാനത് ആർക്കാ കൊടുക്കേണ്ടത്? ഇയാൾ ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, തസദ്ദഖ് അലാ നഫ്സിക്, തസദ്ദഖ് ബിഹി അലാ നഫ്സിക്, അത് നിന്റെ സ്വന്തത്തിന് തന്നെ ചെലവാക്കൂ എന്ന് പറഞ്ഞു. 1 ഉറുപ്പിയല്ലേ ഉള്ളൂ, അപ്പൊ നീ കൊടുക്കണ്ട, ഈ സ്വന്തത്തിന് ചെലവാക്കിക്കോ എന്ന് പറഞ്ഞു. മറ്റൊരാള്, അപ്പൊ അയാൾ പറഞ്ഞു, എന്തി ആഹർ, നബി വേറെ 1 ഉറുപ്പിയും കൂടെ ഉണ്ട്, 1 ദിനാർ വേറെയും കൂടെ ഉണ്ട്, 2 ദിനാറായി. ഇപ്പോ 1 ദിനാർ സ്വന്തത്തിന് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, എന്തി ആഹർ, നബി രണ്ടാമത്തെ 1 ദിനാറും കൂടെ ഉണ്ട്, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാ വലദിക്,
അത് നിന്റെ കുട്ടികൾക്കും മക്കൾക്കും കൊടുത്താളാം. മറ്റേ നിനക്ക് ഡ്രസ്സ് എടുക്കാനും നിന്റെ കാര്യത്തിനും ആദ്യം പറഞ്ഞു, പിന്നെ നിന്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് കൊടുക്കുക രണ്ടാമത്തെ ദിനാറ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു എന്തി ആഹർ, വേറൊന്നും കൂടെ ഉണ്ട് നബി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിനാർ അതെവിടെ ചെലവാക്കണം? അപ്പൊ പറഞ്ഞു തസദ്ദഖ് ബിഹി അലാ സൗജിക്, അത് കെട്ടിയുള്ള കാര്യത്തിന് വേണ്ടി നീക്കി വെച്ചാളാ. ഭാര്യക്ക് കൊടുക്ക, സ്വന്തത്തിന്, കുട്ടികൾക്ക്, ഭാര്യക്ക്. ഇത് പറഞ്ഞപ്പോ ഇയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്തി ആഹർ, നബിയെ നാലാമത്തെ ഒരു ദിനാറും കൂടെ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ എവിടെയാണ് ചെലവാക്കേണ്ടത്? റസൂലുള്ളാഹി പറയുന്നു തസദ്ദഖ് ബിഹി അലാ ഖാദിമിക്, നിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ആ വേലക്കാരനില്ലേ, ആ വേലക്കാരി ഇല്ലേ, അവർക്ക് കൊടുത്തേക്ക്. ഓല വീട്ടിൽ അരി വാങ്ങി തിന്നോട്ടെ. ഓക്കെ, ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് 365 ദിവസവും ഇവന്റെ നിലം തുടക്കുന്ന, 365 ദിവസവും ഇവന്റെ വീട്ടിൽ വന്ന് മുറ്റമടിച്ചു വാരുന്ന, ആ വീട്ടിലെ കലങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ആ പാവപ്പെട്ട പെണ്ണവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ സഹോദരൻ, ഇയാൾക്ക് ഒത്താശ ചെയ്ത് നടക്കുന്ന, ഈ മുതലാളിക്ക് ഒത്താശ ചെയ്ത് നടക്കുന്ന സഹോദരൻ അവരുണ്ടാവും. അയാൾക്ക് എന്നും കണക്കാക്കിയ 100 റുപ്യ തന്നെ അന്നും കൊടുക്കുന്നത്. ഏത് 27 രാവിലെ ആളുകൾ ഇങ്ങനെ വരുന്നു, 1000ഉം 10,000ഉം ഒക്കെ മുതലാളി ഇങ്ങനെ കൊടുക്കുന്നു. അതിങ്ങനെ കാണുക ഈ സാധു, ഇയാൾക്ക് അന്നും 100 റുപ്യ തന്നെ ഉള്ളൂ. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും അടുത്തവർക്കുമാണ് നിങ്ങൾ നൽകേണ്ടത്. അപ്പോഴയാൾ പറഞ്ഞു നബിയെ വേലക്കാരന് കൊടുക്കണമെങ്കിൽ ഇന്ദിയാഹറു, 5ാമത്തെ ഒരു ദിനാറും കൂടെ ഉണ്ടെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയാൾ ഇത് നിർത്തൂല, അങ്ങനെ പോവുക, ഇന്ദിയാഹർ 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 എന്ന് പറഞ്ഞ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്ക് ചുരുക്കുകയാണ്. ഇനി സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മുത്തുനബി പറഞ്ഞു അന്ത അബ്സറു അന്ത അബ്സറു അന്ത അബ്സറു, ഇനി കാശുണ്ടായാൽ, ഇനിയും നിന്റെ അടുത്ത് മിച്ചമുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നീ തന്നെ ബോധവാനാണ്. അന്ത അബ്സറു, അത് നിനക്കെന്നെ അറിയാം, അതിനെക്കുറിച്ചുള്ള അകക്കണ്ണ് നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ നീയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടവർക്കാണ് നീ കൊടുക്കേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വതക്കയുടെ കരുത്തെന്താന്ന് നിങ്ങൾക്കറിയോ? സ്വതക്കയുടെ കരുത്ത് മറ്റൊന്നുമല്ല, രോഗം ശിഫയാകാൻ ഏറ്റവും നല്ല മരുന്നെന്താ? ഈ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ടാകും പരാതി. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. രോഗം സുഖമാകാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് രോഗം സുഖമാകാൻ വേണ്ടി ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ദാവൂ മർദാകും ബിസ്സദഖ, നിങ്ങളിലുള്ള രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ദാവൂ മർദാകും ബിസ്സദഖ, റവാഹുൽ ബൈഹഖി, റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റിപ്പോർട്ട്. എന്താ പറഞ്ഞത്? നിങ്ങളിലുള്ള രോഗികളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സ്വതക്ക കൊണ്ടാണ്. സ്വതക്ക കൊണ്ട് രോഗികളെ ചികിത്സിക്കൂ. നല്ല സ്വതക്ക കൊടുത്താൽ രോഗം മാറുന്നുറപ്പ്, സംശയിക്കണ്ട. ഒരുപാട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയണമെന്ന് കരുതിയിട്ടാ വന്നു. എന്ന് പറഞ്ഞാല് സ്വതക്ക ചെയ്തതുകൊണ്ട് രോഗങ്ങൾ സുഖപ്പെട്ട ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ. ഈ ചികിത്സ ആരെങ്കിലും നടത്തി നോക്കിനോ? നടത്തിയാ രക്ഷപ്പെടുന്ന ഉറപ്പാ. കാരണം നബി തങ്ങൾ പറഞ്ഞതല്ലേ ദാവൂ മർദാകും ബിസ്സദഖ, ദാവൂ മർദാകും ബിസ്സദഖ, രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കണം. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ചുരുക്കി പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 മണിക്ക് നമുക്ക് പിരിയും വേണം. ഇനി 10 മിനിറ്റേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിലുള്ള രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് സ്വതക്കയാണെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്? എത്ര പേര് ചെയ്യാറുണ്ട് ഈ ചികിത്സ? വളരെ കുറവാ. എന്നാ ചെയ്തു നോക്കണം. മാറാത്ത രോഗങ്ങൾക്കൊക്കെ, ഏത് രോഗങ്ങൾക്കും ഒന്ന് ചെയ്തു നോക്കൂ. പലപ്പോഴും പെട്ടെന്ന് ഫലം കാണും. നമുക്കൊരു വലിയ പ്രതിസന്ധി വരികയാണ്. ആ പ്രതിസന്ധി വരുമ്പോ യതീം ഖാനയിലേക്ക്, അല്ലെങ്കിൽ സാധു കുട്ടികൾ പഠിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക്, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും സാധുവായൊരു മനുഷ്യൻ, അയാൾക്ക് നിങ്ങളൊരു പൈസ അങ്ങോട്ട് നേർച്ചയാക്കിയിട്ട് ആ കുട്ടിയെ കൊടുത്തു നോക്ക്, രക്ഷപ്പെടും.
സദഖ കൊണ്ട് രക്ഷപ്പെടും. മിസ്റിലുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇങ്ങനെ ഒരു കിതാബിൽ എഴുതിയിട്ടുണ്ട്, ദാവൂ മർലാക്കും ബിസ്സദഖ. അത് സത്യത്തിൽ ഹദീസാണ്, ആ ഹദീസാണ് അയാളുടെ കിതാബിന്റെ പേര്, ദാവൂ മർലാക്കും ബിസ്സദഖ. കിതാബിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അതിൽ ഫുള്ള് ഇത്തരത്തിലുള്ള കഥകളാണ്. സ്വതക്ക കൊണ്ട് രക്ഷപ്പെട്ട അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. സ്വതക്ക ചെയ്തിട്ട് രോഗത്തുനിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹം ഏത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലിക സംഭവങ്ങളും അതിലേക്ക് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു സഹോദരൻ അദ്ദേഹത്തെ കണ്ടപ്പോ അയാളോട് പറഞ്ഞത്രേ, ആ കിതാബ് എഴുതാനുണ്ടായ സാഹചര്യം അതാണ്. അദ്ദേഹത്തെ കണ്ടപ്പോ പറഞ്ഞത്രേ, സുഹൃത്തെ ദുആ ചെയ്യണം. ഈ ഉസ്താദിനെ കണ്ടപ്പോ, മുത്തവയെ കണ്ടപ്പോ പറഞ്ഞതാ, ദുആ ചെയ്യണം. എന്റെ മോള് കുറെ കാലായി കിടപ്പിലാണ്, ബ്ലഡ് ക്യാൻസറാണ്. അതുകൊണ്ട് ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് എന്റെ മോള് രക്ഷപ്പെടൂല. പാടെ തളർന്ന് കിടന്നുപോയി എന്റെ കുട്ടി. ഈ കുട്ടിയൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. എന്താ മാർഗമുള്ളത്? സുബ്ഹാനല്ലാഹ്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞത്രേ, അള്ളാന്റെ റസൂല് പറഞ്ഞതാണല്ലോ, ദാവൂ മർദാക്കും ബിസ്സദഖ. സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കണം. ചെയ്തു നോക്കിയോ? അയാൾ പറഞ്ഞു, ഇല്ല, അതല്ലാത്തതൊക്കെ നടത്തിയിട്ടുണ്ട്. ഡോളർ കണക്കിന് പണം ഇടിച്ചു തള്ളിയിട്ടുണ്ട്. ധാരാളം ഡോളറുകൾ ആ വഴിയിൽ ഇടിച്ചു തള്ളിയിട്ട് അമേരിക്കയിലൊക്കെ കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. നല്ല പണക്കാരനാണ്, അറബി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്രേ, ഇങ്ങനെ ഒരു ചികിത്സ മുത്തുനബി പറഞ്ഞിട്ടുണ്ടോന്ന് ചെയ്തു നോക്കാൻ. ഓ, ചെയ്യാം. അതുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ചെയ്യുന്നതിന് ഒരു പ്രയാസമില്ല. കാരണം എത്രയോ ഡോളർ, കോടിക്കണക്കിന് ഡോളർ ഞാൻ തൊലച്ചു കളഞ്ഞിപ്പോ, എന്നിട്ടും എന്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പുരോഗതിയില്ല, കുട്ടി കിടപ്പിൽ തന്നെയാണ്. പറഞ്ഞു, ഇയാൾ സ്വതക്ക ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദിനെ കണ്ടിട്ട് പറഞ്ഞത്രേ, ഞാൻ സ്വതക്ക ചെയ്തു, എന്നിട്ടും കാര്യമായ പുരോഗതിയൊന്നുമില്ല, ഇപ്പോഴും ഒരു മാറ്റമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചത്ര, നിങ്ങൾ ചികിത്സക്ക് വേണ്ടി എത്രയാ ചെലവാക്കിയത്? അപ്പൊ അയാള് ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ചികിത്സക്ക് വേണ്ടി ചെലവാക്കിയത്, ലക്ഷക്കണക്കിന് ഡോളറുകൾ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സ്വതക്ക എത്രയാ കൊടുത്തത്? അപ്പൊ അയാളുടെ മറുപടി 100 റിയാല്. ഇതാ മാറ്റം. സ്വതക്ക കൊടുത്തത് 100 റിയാല്. 100 റുപ്യ കൊണ്ട് ഇടപാടാണ് കഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ സ്വതക്ക കൊടുത്തത് അവിടെയാണ്. അതേസമയം ചികിത്സിക്കാനോ, ഈ ചികിത്സ പലിക്കൊന്നും വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ദാവൂ മർലാക്കും ബിസ്സദഖ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമ്പോഴുള്ള മനുഷ്യനെ അതിനുള്ളൂലേ. പലിശെങ്കിലായി. മരുന്നിന്റെ കാര്യം പത്രമല്ലേ ഉള്ളൂ. പലിക്കാണെങ്കിൽ ഇപ്പൊ ഇത് പലിക്കേണ്ടിയിരുന്നല്ലോ, പലിശില്ല. എന്നിട്ടും ഇനിയും എവിടെയെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ ഇയാൾ നടത്താൻ റെഡിയാ. അപ്പോഴും സംഭാവന കൊടുക്കാൻ പറഞ്ഞപ്പോ 100 റുപ്യ. ഇയാൾ പറഞ്ഞത്ര, അതുകൊണ്ട് ഞങ്ങളെ രോഗം സുഖാകാഞ്ഞത്. നല്ല, നിങ്ങളിപ്പോ ചെലവാക്കിയതുപോലെ കനത്ത ഒരു സംഭാവന അങ്ങ് നൽകൂ, നല്ല ഖനമുള്ള സ്വതക്ക കൊടുക്കൂ, അള്ളാഹു രക്ഷപ്പെടുത്തും, ഈമാനോടുകൂടെ ചെയ്യൂ. അന്ന് അയാളാണ് തീരുമാനിച്ചു, പഠിച്ചോനെ ഈ നന്ദികേടായിരിക്കുമോ എന്റെ കുട്ടിയുടെ രോഗം അള്ളാഹു മാറ്റാത്തത് എന്ന് കരുതിയിട്ട് കാറില് ഭക്ഷണ സാധനങ്ങളും വെള്ളവും, എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കയറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് അറേബ്യൻ ലോകത്തുനിന്ന് ചിന്തിക്കണം. അവിടെ വെള്ളത്തിന് വലിയ പൈസയാ. വെള്ളം, ഭക്ഷണ സാധനങ്ങള് എല്ലാം കയറ്റി കവറിൽ പൈസയിട്ട്, എന്നിട്ട് പാവപ്പെട്ട ഏരിയകൾ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തും. എന്നിട്ട് പാവപ്പെട്ടവർക്ക് എടുത്തങ്ങനെ കൊടുക്കും. പിന്നെ അടുത്ത മണിക്കൂറിൽ വേറെ സ്ഥലത്തേക്ക് പോകും. കാറിൽ ഭക്ഷണവും വെള്ളവും പണവും നിറച്ചിട്ട് കൊടുത്തു. ലക്ഷക്കണക്കിന് ഉറുപ്പിക മൂപ്പര് സംഭാവന ചെയ്തു. 8ാമത്തെ ദിവസം അയാളുണ്ട്, ഉസ്താദിനെ തേടി വരുന്നു. ഉസ്താദെ, എന്റെ കുട്ടി എണീച്ച് നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക് നിങ്ങള്, മരുന്നിന് വേണ്ടി ചെലവാക്കിയത് പലിച്ചാലും പലിച്ചില്ലെങ്കിലും അതിനിപ്പോ കാര്യമായിട്ടൊന്നും കിട്ടാനില്ലല്ലോ. പലിച്ച അൽഹംദുലില്ലാഹ്, പലിച്ചില്ലെങ്കിലും ഒന്നും കിട്ടാനില്ല. നേരെ മറിച്ച് ഈ മരുന്നിന് ചെലവാക്കിയതുപോലെ സ്വതക്ക ചെയ്താലോ, പലിച്ചാൽ അൽഹംദുലില്ലാഹ്, പലിച്ചില്ലെങ്കിലോ നാളെ പരലോകത്ത് സ്വതക്ക ചെയ്ത കൂലി ചെയ്താലും കിട്ടൂലേ. നഷ്ടക്കച്ചവടമല്ലല്ലോ. പക്ഷെ ഒരൊറ്റ കുട്ടിയും ഇത്തരം ചികിത്സകൾ നടത്താറില്ല. മാറാത്ത സൂക്കേടുകളുണ്ടോ? നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഒരു 10,000, ഒരു 5,000, ഒരു 25,000, 1,00,000 രൂപകളൊക്കെ സ്വതക്ക ചെയ്യാൻ കെൽപ്പുള്ളവർ, കപ്പാസിറ്റി ഉള്ളവരുണ്ടാവും. അവരോട് ഞാൻ പറയുന്നത്, നടത്തി നോക്കൂ. ഈമാനുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷിക്കും. കാരണം മുത്തുനബി പറഞ്ഞതാണിത്, നുബൂവത്തിന്റെ തിരുനാക്കിൽ നിന്ന് വന്നതാ. ദാവൂ മർദാക്കും ബിസ്സദഖ.
സദഖ കൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കണേ. ദാവൂ മർദാകും ബിസ്സദഖ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ നൽകാൻ പോകുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗികളെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നാളെ ഒരു വല്ലാത്ത ദിവസമാണ് അല്ലേ? നാളെ ഡിസംബർ 31 നമ്മളെ വിഷയം ഇതായതുകൊണ്ടാണ് ഇന്നതിലേക്ക് കടന്ന് സംസാരിക്കാതിരുന്നത്. നാളെ പറയാം, നാളെ എന്തായാലും പറയാം. അതിനെന്ത് ചെയ്യണം? 31 ആഘോഷിക്കാൻ നിങ്ങൾ എവിടേക്കും പോകരുത്. വന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ സദസ്സെത്തുകയാണെങ്കിൽ നാളെ പറഞ്ഞുതരാം. ന്യൂ ഇയർ ആഘോഷത്തിന്റെ മറവിൽ നടക്കുന്ന ഒരുപാട് തോന്നിയാസങ്ങളുണ്ട്. ഓ ചെറുപ്പക്കാരെ, മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കുട്ടികൾ നാളെ വീട്ടിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നാളെയാ കുടിക്കാത്തവൻ കുടിക്കുന്ന ദിവസം, നാളെയാണ് പിടിക്കാത്തവൻ പിടിക്കുന്ന ദിവസം, നാളെയാണ് അനർത്ഥങ്ങളും തോന്യാസങ്ങളും രുചിച്ചു നോക്കാത്തവൻ പലരും ആദ്യമായിട്ട് തിന്മകളുടെ രുചി അറിയുന്ന നാളാണ് നാളത്തെ ദിവസം എന്ന തിരിച്ചറിവ് വേണം. ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ പുതുവർഷ പുലരി ആഘോഷിക്കുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിന്മകളെ കൊണ്ട് ആഘോഷങ്ങൾ നടത്തുക. എവിടുന്ന് പഠിച്ചതാ നമ്മളിത്? ഏതാവട്ടെ, എല്ലാ കൊല്ലവും ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല, അതിന്റെ മുമ്പത്തെ കൊല്ലത്തെക്കാൾ ഗണ്യമായി കുറവായിട്ടാണ് തോന്നിയത്. നിങ്ങളെ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ ആ നാട്ടിലേക്കൊക്കെ നോക്കിയപ്പോ, കാരണം ഇതിന് ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ കൂടാരങ്ങൾ വരാറുണ്ട്. സ്പെഷ്യൽ കൂടാരങ്ങൾ, ടെന്റുകൾ ഇങ്ങനെ വരും. ആ ടെന്റിന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ കൂത്താട്ടും നടക്കുക. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഒരു കുറ്റിപ്പുര കെട്ടുക, ഇതിന്റെ ഉള്ളിൽ കൂടാൻ നമ്മളെ മക്കളെ അനുവദിക്കരുത്, അതിലേക്ക് പോകാൻ വിടരുത്. എന്തോ ഒരു സങ്കടം. ആഘോഷങ്ങളൊക്കെ കുപ്പി പൊട്ടിച്ചാക്കുക. കുപ്പി പൊട്ടിച്ചും വളകിലുക്കിയും ആഘോഷങ്ങൾ നടത്താൻ നിന്നാൽ സംഗതി ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നു, ചെറുപ്പക്കാരെ, അതിലേക്ക് പോകരുത്. നാളെ നമ്മൾക്ക് പറയാനുള്ള വിഷയം ഇൻഷാ അല്ലാഹ് നാളെ കരഞ്ഞു പിരിയണം. ഒറ്റക്കിരുന്ന് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചതിന്റെ പേരിൽ കരഞ്ഞ് കണ്ണ് കലക്കിയ മനുഷ്യൻ, അവന് അർശിന്റെ തണലുണ്ട്. എങ്ങനെയാ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിച്ചിട്ട് അത് കരയാനുള്ള മാർഗം പറഞ്ഞുതരാം. നാളെ ഇവിടെ പറയുന്ന പ്രഭാഷണം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതേക്കുറിച്ച് രാത്രി പോയിട്ട് ബെഡ്റൂമിലെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് ശിലാഹൃദയനും കരയും. കല്ല് പോലെ, പാറ പോലെയുള്ള ഹൃദയക്കാരനാണെങ്കിലും ശരി കരയും. ഒന്ന് ആലോചിക്കാൻ തയ്യാറാവണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നാളെ പറയാം. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ, പടച്ച റബ്ബ് സഹായിക്കട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് വളരെ കനപ്പെട്ട പല ഉപദേശങ്ങളും ചെറുവാടിയിലേക്ക് നീട്ടിവെക്കുന്നു. അടുത്ത് തന്നെ വരാനായല്ലോ. സൂറത്തുൻ നബ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം. സംഭവ ബഹുലമായ വാർത്ത, നബഉൽ അദീം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയണം. സൂറത്തുൻ നബ, പരലോകം, പുനരുത്ഥാനം, മാത്രമല്ല അള്ളാഹു ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങള്, സ്ത്രീ പുരുഷ സമത്വം, ഇടക്കാലത്ത് വല്ലാത്ത ഒച്ചപ്പാടുണ്ടായതാ, അതൊക്കെ പരാമർശിക്കുന്നുണ്ട് സൂറത്തുൻ നബയിൽ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അത് തന്നെ പറയാം. ഒക്കെ നമുക്കൊന്ന് പഠിക്കാം, എന്താണ് പരിശുദ്ധ ദീനിനെ കുറിച്ച്. ഇവിടെ നമ്മൾ ഈ ഹദീസ് എടുത്തുകൊണ്ടാണ് ചർച്ച ചെയ്തത്. ആ ഹദീസിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സമയത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ചർച്ച ചെയ്തതാണ്. ഇനിയും എത്രയോ ഭാഗങ്ങൾ ഇതേക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഞാനത് പറയാതെ തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും നേരത്തെ എത്തണം. ഈ സദസ്സിൽ നിന്ന് നമ്മളെ ന്യൂ ഇയർ ആഘോഷം തന്നെ ഈ സദസ്സിന്റെ സമാപനം നരകവും സ്വർഗവും ശിക്ഷയും പ്രതിഫലവും ഒക്കെ കേട്ടുകൊണ്ട് പിരിയുന്ന, സ്വർഗത്തിലേക്ക് കൊതിച്ചും നരകത്തെ കുറിച്ച് പേടിച്ചും പിരിയുന്ന, കൂടിപ്പിരിയുന്ന ഒരു സദസ്സ്. അതാവട്ടെ നാളത്തെ സദസ്സ്, അല്ലെ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ചില ആളുകൾ, ഇമാം ഷിബിലിയാണെന്ന എന്റെ ഓർമ്മ, ഉറപ്പില്ല, കുറെ മുമ്പ് വായിച്ചത് ഓർമ്മയിലേക്ക് വരികയാണ്. ആളുടെ പേര് മറന്നുപോയി. പെരുന്നാളിന്റെ അന്ന് കരയുമായിരുന്നു. പെരുന്നാളിന്റെ അന്ന് ഇരുന്ന് കരയുമ്പോ എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന്
ചോദ്യകർത്താക്കളോട് മറുപടി പറഞ്ഞത്, പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്, എനിക്കറിയാം. പക്ഷേ എന്റെ പരലോകം എന്തായി പോകുമെന്ന കാര്യത്തിൽ തീരുമാനമില്ലാത്തതുകൊണ്ട് എനിക്ക് പെരുന്നാളിനും കരയാനേ പറ്റൂ എന്ന് പറഞ്ഞ മഹാന്മാർ അവർ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ നമുക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. അവർ നടന്ന മണ്ണിലാ നമ്മളിപ്പോഴും നടക്കുന്നത്. അവർ ജീവിച്ച ആകാശത്തിന് കീഴിലാ നമ്മൾ ജീവിക്കുന്നത്. പുതിയ മണ്ണിലും പുതിയ വിണ്ണിന്റെ ചുവട്ടിലുമല്ല. അവരനുഭവിച്ച മണ്ണും വിണ്ണുമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളും അനുഭവിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ വലിയതൊക്കെ നേടിയെന്ന് കരുതണ്ട. അവര് ജീവിച്ച മണ്ണിലും അവർ ജീവിച്ച ആകാശത്തിന് കീഴെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. പിന്നെ എവിടുന്നാ നമ്മക്കായിട്ടിപ്പോ അവരുടെയൊക്കെ അപ്പുറത്തേക്ക് ആലോചിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത്? നല്ലോണം ആലോചിക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാവരും ഇന്ന് ഈ സദസ്സിലേക്ക്, ഇതെല്ലാ ദിവസവും ചോദിച്ചിട്ടില്ല, ഇന്ന് ഈ സദസ്സിലേക്ക്, അത് ചെറിയ ഉസ്താദ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ സംഭാവന ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്. അതല്ലാതെ ഇന്നിപ്പോ സ്വതക്കനെ പറ്റി പരാമർശിച്ചുകൊണ്ട് ചോദിക്കാന്നല്ല. ഉസ്താദ് നേരത്തെ അങ്ങനെ പറഞ്ഞു വെച്ചതുകൊണ്ട് അത് നടപ്പിലാക്കുക എന്നുള്ള നിലക്ക് മാത്രമാണ്. എല്ലാവരും നല്ല സംഖ്യ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഈ സദസ്സിലേക്ക് വേണ്ടി ഏൽപ്പിക്കണം. നല്ല സംഖ്യകൾ എല്ലാവരും. 1000 എടുക്കാൻ പറ്റുന്ന ആളുകൾ 1000, 500 എടുക്കാൻ പറ്റുന്നവർ 500, 100 കഴിയുള്ളൂങ്കിൽ അത്, 50 പറ്റുള്ളൂങ്കിൽ അത്. പക്ഷെ ഓരോരുത്തർക്കും അറിയാം, അത് നിങ്ങൾ ഇപ്പോ 1000 കഴിയുന്ന ഒരാള് 100 രൂപ കൊണ്ടുവന്ന് തന്നിട്ട് എന്ത് ചെയ്യാം? നമ്മളെ അതുപോലെ തന്നെ ഈ പ്രവർത്തകരെ നമ്മളുടെ ഇടയിലൊക്കെ അത് അത്ര തന്നെ അയാൾക്ക് കഴിയുള്ളൂ എന്ന് വരുത്താം. പക്ഷെ പടച്ചോന് സംഗതികളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച്, ഞാൻ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. 1000 തരാൻ പറ്റിയവർ അവരെ അങ്ങനെ കൊണ്ടുവന്ന് തരാം. 500 എന്ന് പറയാം, നല്ല മനസ്സോടെ. ഇത് തരുമ്പോ നിങ്ങൾ ഇന്നത്തെ ഈ വയലൊക്കെ കേട്ട സ്ഥിതിക്ക് ഒരു നല്ല ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്തായിരിക്കണം ആ ഉദ്ദേശം? പടച്ചോനെ ഒരു കാരണവശാലും അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അൽഹംദുലില്ലാഹ് പടച്ചോനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുക, ഉസ്താദിന്റെ കൈയൊന്ന് തൊടുക, അത് ബർക്കത്താണ്. പരിശുദ്ധ ഖുർആനാണ് മൂപ്പൽ കൈകാര്യം ചെയ്യുന്നത്. നഫീസ ഹജ്ജുമ എന്നൊരു സഹോദരി മംഗലഞ്ചേരി അസുഖമായി പെട്ടെന്ന് ഹോസ്പിറ്റലിലാണ്. അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. റഹ്മുർ-റഹീമീൻ അല്ലാഹു അവരുടെ രോഗം എന്താണോ കൊടുത്തത് അല്ലാഹു തആല എടുത്തു കളയുമാറാവട്ടെ. കഴിക്കുന്ന മരുന്നുകളിൽ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. റഹ്മുർ-റഹീമീനായ തമ്പുരാൻ ആ ഹജ്ജുമയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യുമാറാവട്ടെ. ദീർഘായുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിന്റെ കയ്യിൽ സംഭാവന കൊടുക്കുന്ന ആളുകൾ, അവിടുത്തെ കൈയൊന്ന് ചുംബിച്ച് തൊടുന്നവർ, അർഹമുർ-റഹീമീൻ അല്ലാഹു നാളെ പരലോകത്ത് ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു താമസിപ്പിക്കുമാറാവട്ടെ. അർശിന്റെ തണലിൽ അല്ലാഹു തആല നമ്മൾ നിർത്തുമാറാവട്ടെ. നാളെ വിഷയം വളരെ ഭംഗിയേറിയ വിഷയമാണ്. ومن ذكر الرب المهيمين خاليا وفاضت به عيناه خوفا نكالي. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് 10,000 ഉറുപ്പിക ഈ വിഷയത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അതിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സഹോദരന്റെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആ സഹോദരനും കുടുംബത്തിനും അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് പ്രത്യേകമായി ദുആ ചെയ്യുന്നതാണ്. ഒരാള് ഗൾഫിൽ നിന്നൊരു മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു വലിയ സംഖ്യ അവർ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അത് തരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാനും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ തന്നെ ഇരിക്കാം. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ദുആ ചെയ്തിട്ട് പോവാം. الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي ارتكبت على الخطأ غير حسر وعداد لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للأتش يوم نشر كتابي يا سيدي خير النبي والشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. സഹൃദയരെ, നാളെ സ്വാലിഹ് തുറാബ് തങ്ങളും സക്കരിയ തങ്ങളും ദുആക്ക് നേതൃത്വം നൽകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്. ദുആ മജ്ലിസിന് നേതൃത്വം നൽകാൻ അവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും. നാളെ ഒരു നല്ല സദസ്സാക്കണം. മറ്റുള്ളവരൊക്കെ തിന്മയുടെ അരങ്ങ് തീർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി നന്മയുടെ അരങ്ങ് തീർക്കുമ്പോൾ അത് കാണുമ്പോൾ അള്ളാഹുവിന് പ്രത്യേക സന്തോഷം ഉണ്ടാകും. ഒരുപാട് ആളുകൾ വേണ്ടാത്തരം ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ചാളുകൾ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ ഇഷ്ടമായിരിക്കും. നാളെ ഒരുപാട് മജ്ലിസുകൾ ഒരുങ്ങുന്ന ദിവസമാണ്. ഒരുപാട് മജ്ലിസുകൾ. ആ മജ്ലിസുകളിൽ ഈ മജ്ലിസിന്റെ മഹത്വം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മജ്ലിസു ഇൽമിൻ, മജ്ലിസു ഇൽമിൻ, ഒരു ഇൽമിന്റെ മജ്ലിസ്, ഒരു ഇൽമിന്റെ മജ്ലിസ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. മജ്ലിസു ഇൽമിൻ യുകഫിറു 70 മജ്ലിസൻ മിനൽ ലഹു. തോന്നിയാസങ്ങളുടെ 70 മജ്ലിസുകളെ പൊറുപ്പിക്കാനുള്ള കെൽപ്പുണ്ട് ഇൽമിന്റെ ഒരു മജ്ലിസ് എന്ന് പറഞ്ഞാൽ. 70 മജ്ലിസുകളിൽ വേണ്ടാത്തര മജ്ലിസുകളിൽ പങ്കെടുത്താൽ അത് കഴുകിക്കളയാനുള്ള, അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേറ്റ അഴുക്കുകൾ കഴുകിക്കളയാൻ മാത്രമുള്ള കെൽപ്പുണ്ട് ഇൽമിന്റെ ഒരു മജ്ലിസിനാണ്. അപ്പൊ എത്രയാണ് ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നാളെ എങ്ങും പോകാതെ ഈ സദസ്സിൽ നിങ്ങൾ നിറഞ്ഞെത്തണം. പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം, പരമാവധി ആളുകളെ എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ ഒരു ദുആ നാളെ നമുക്ക് ഏതായാലും നീട്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനുർ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്.
പടച്ചവനെ ഉള്ളതിനനുസരിച്ച് ചെലവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫല്യുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഉള്ളവൻ ഉള്ളതിനനുസരിച്ചും ഇല്ലാത്തവൻ അതിനനുസരിച്ചും ചെലവാക്കുന്ന നല്ല സ്വഭാവം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ചെലവാക്കാതെ നിന്റെ പൊരുത്തം നേടാൻ കഴിയില്ല. പോക്കറ്റിൽ നിന്ന് പണമിറക്കാതെ സ്വർഗം വാങ്ങാൻ കഴിയുമെന്നത് കേവലം ഒരു വ്യാമോഹമാണ്. അത് നടക്കാനുള്ള മോഹമല്ല. പടച്ചവനെ ഞങ്ങളെ കൽബുകൾ പാകപ്പെടുത്തി തരണേ അല്ലാഹ്. കൽബുകൾ പാകപ്പെടുത്തി തരണേ അല്ലാഹ്. ഉള്ളതിൽ പരമാവധി കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിലുള്ള പല രോഗികളെയും ഇവിടെ നൽകിയപ്പം, സംഭാവന നൽകിയപ്പം പലർക്കും അവരുടെ സ്വന്തം രോഗം, കൂട്ടുകാരുടെ കുടുംബക്കാരുടെ ഒക്കെ രോഗങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയവരുണ്ടാവും. റബ്ബേ, ഇവിടെ നൽകിയ 1000 തന്നവരുണ്ട്, 500 തന്നവരുണ്ട്, 100 ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട്. പടച്ചവനെ ചെറുതും വലുതുമായ സംഭാവനകളുടെ ബർക്കത്തുണ്ട്. അവരിലുള്ള രോഗികളെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. രോഗികളെ നീ പൂർണ്ണമായും സുഖപ്പെടുത്തണേ അല്ലാഹ്. മുത്തുനബി തങ്ങളുടെ ബർക്കത്തുകൊണ്ട് സുഖപ്പെടുത്തണേ അല്ലാഹ്. ഇമാം ബുസീരി തങ്ങളെ സുഖപ്പെടുത്തിയ അല്ലാഹ്. ഹബീബ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണല്ലോ നീ സുഖപ്പെടുത്തിയത്. പടച്ചോനെ, മുത്തുനബിയുടെ ബർക്കത്ത്, മുത്തുനബിയുടെ മദ്ഹ് പറയാത്ത ഒരൊറ്റ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഇന്നും അതൊരൽപ്പം പറയണമെന്ന് കരുതിയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നീട്ടി പറഞ്ഞു, ഞങ്ങളും ഒരൽപ്പം പറഞ്ഞു. പടച്ചവനെ, ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ വിശ്വാസികളുടെ ഹൃദയത്തിന് വസന്തമാണ്. ഹൃദയ വസന്തം പൂത്തുലയുകയാണ്. അഹിയാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി മുഹമ്മദി മിൻ ജഹന്നമ ഫീ ഗദി. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് റബ്ബേ, മുത്തുനബിയുടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോ, ഷഹ്റുൽ മൗലിദ് വരുമ്പം മോമിനീങ്ങളുടെ ഹൃദയ വസന്തത്തിന് പുത്തനുണർവ് ലഭിക്കും. മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിൽ പാടിയ വരിയാണ്. അഹിയാ റബീഅൽ ഖൽബി, ഹൃദയ വസന്തത്തിന് പുതുജീവൻ കിട്ടുന്നു, പുതുജീവൻ വെക്കുന്നു, പുത്തനുണർവ് നൽകുന്നു. ഹൃദയ വസന്തത്തിന് ബിദിക്രി മൗലിദി ഷഹ്റുൽ മൗലിദി, തിരുപ്പിറവിയുടെ മാസം. തിരുപ്പിറവിയുടെ മാസം റബീഉൽ അവ്വൽ മാസം വന്ന് കടക്കുമ്പം വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു, സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. അതാ പുത്തനുണർവ് നേടുന്നു. കുല്ലല്ലനാം, ലോകത്തുള്ള എല്ലാ പടപ്പുകൾക്കും അങ്ങനെയാണ്. എല്ലാ പടപ്പുകൾക്കും, അത് മനുഷ്യർക്ക് മാത്രമല്ല. കുല്ലല്ലനാം ബിദിക്രി മൗലിദി അഹ്മദി, അഹ്മദ് നബിയുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും അതോർത്തും പറഞ്ഞും അവരുടെ ഹൃദയത്തിന് പുതുജീവൻ ലഭിക്കുന്നു. പടച്ചോനെ, ഈ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഞങ്ങൾ ഒരുപാട് പാടി പറഞ്ഞു. പടച്ചോനെ, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പാടരുത് പറയരുത് എന്ന് പറഞ്ഞവർക്കിടയിൽ നിന്നത് കേൾക്കുമ്പോൾ നിനക്ക് ഇഷ്ടം കൂടും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയപ്പം കുല്ലമാ ദക്കറക الذاكرون وغفل عن ذكرك الغافل കുല്ലമാ ദക്കറഹു الذاكرون وغفل عن ذكره الغافلون എന്ന് തന്നെ പറഞ്ഞത്. മുത്തുനബിയെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളവും, മുത്തുനബിയെ പറയാൻ അറക്കുന്നവർ, പറയുന്നതിനെ തൊട്ട് അശ്രദ്ധരാകുന്നവർ, അവരശ്രദ്ധരാകുന്ന കാലത്തോളവും മുത്തുനബിയുടെ പേരിൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്ന് പാടി മുത്തുനബിയെ വെറുപ്പിക്കുന്നവരെയും സ്വലാത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പടച്ചവനെ, അർഹമുർറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബിന്റെ മദ്ഹ് ഒരു ഹരമാക്കി തരണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളെ നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തെ നന്നാക്കണം അല്ലാഹ്. മാതാപിതാക്കളെ, മക്കളെ നന്നാക്കണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം അല്ലാഹ്. وارحمنا وآباءنا وأمهاتنا وأساتذتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാതെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഡിസംബർ 31 ഉസ്താദ് പറഞ്ഞതുപോലെ ആഭാസങ്ങൾ നിറയുന്ന രാത്രി. കലുഷ നിലങ്ങളിൽ ധാർമ്മികതയുടെ തിരുത്ത് SSF മാവൂർ സെക്ടർ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധർമാരവം നാളെ 4:30 മുതൽ മാവൂരിൽ വെച്ച് നടക്കുന്നു. SSF ജില്ലാ ട്രഷറർ MT ഷിഹാബുദ്ദീൻ സഖാഫി പ്രഭാഷണം നടത്തും. നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്ന് ഉണർത്തുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ചു തന്ന ചെറിയ പി ഉസ്താദ്, അതുപോലെ അധ്യക്ഷം വഹിച്ച CC ഉസ്താദ്, അതുപോലെ പ്രഭാഷണം നടത്തി തന്ന ഷാഫി ഉസ്താദ്, കൂടാതെ സദസ്സ് ധന്യരാക്കിയ എല്ലാ ഉസ്താദുമാർ, ഉമ്മ പെങ്ങന്മാർ, സഹോദര